Good afternoon. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെഷനിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്തായിരുന്നു, വായിച്ചു നോക്കിയായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മളെ ബഡ്ജറ്റിന്റെ സെക്കൻഡ് സെഷൻ ആണ്. അപ്പൊ ബഡ്ജറ്റിന്റെ സെക്കൻഡ് സെഷനിൽ നമ്മൾ മേജറായിട്ട് നോക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിട്ടുണ്ടായിരുന്നത് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്കീംസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് സ്കീംസ് ആണ് നോക്കിയിട്ടുണ്ടായത്. ഒന്ന് ഇന്ത്യ സെമി കണ്ടക്ടർ സ്കീം അല്ലെ, നമ്മൾ നോക്കി 2.0. അതേപോലെ തന്നെ റെയർ എർത്ത് കോറിഡോർ എന്ന് പറയുന്ന ഒരു സ്കീം കൂടിയാണ് നമ്മൾ നോക്കിയത്. അത് രണ്ടുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കീം ബേസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നോക്കി നമ്മൾ നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ ഇനി അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ബേസിക്കലി നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്കീം വരുന്ന ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമാണ്. ഓക്കെ, സോ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെയർ എർത്ത് കോറിഡോറിന്റെയും അതില്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ട സെമി കണ്ടക്ടർ സ്കീമിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് തന്നെ വരുന്ന സ്കീമാണ്. ഓക്കെ, സോ അഗെയിൻ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം എന്ന് പറഞ്ഞ ഈ സ്കീം ഒരു ന്യൂ സ്കീം അല്ല. ഇതെന്താണ്, ആക്ച്വലി 2025 ഈ സ്കീം എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഈ സ്കീം എന്താണ്, ഇപ്പൊ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, സോ ടോട്ടൽ എന്താണ്, 5 വർഷത്തേക്കാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ സ്കീമിലേക്കുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു PLI-ലായിരുന്നു. സോ PLI എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അല്ലെ. സോ നമുക്കറിയാം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഓക്കെ, സോ PLI is nothing but പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ആണ് അല്ലെ. സോ പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരുപാട് കമ്പനീസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് എന്തിന്റെ ബേസിലായിരുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അസംബ്ലി യൂണിറ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. റാദർ ദാൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്ക് എന്താ ഉണ്ടായിരുന്നത്, അസംബ്ലി യൂണിറ്റ്. സോ എന്തായിരുന്നു, ഡിസൈൻ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒന്നും എന്ത് ചെയ്യുന്നു, നമുക്ക് ബേസിക്കലി ഇവിടെ നിന്നല്ല, നമ്മൾ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നു, ഡിസൈൻസ് ഇപ്പൊ വേറൊരു സ്ഥലത്ത് നിന്ന് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡൂയിങ് നട്ട്സ് ആൻഡ് ബോൾട്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നട്ട്സ് ആൻഡ് ബോൾട്സ് മാത്രമേ ഇവിടെ ചെയ്തുള്ളൂ. എന്ത് ചെയ്യുന്നു, നമ്മൾ അത് അസംബ്ലി ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തത്. അതായത് വലിയ രീതിയിലുള്ള ഇപ്പൊ ഇലക്ട്രോണിക് മാനുഫാക്ചറിൽ തന്നെ നമ്മൾ നെറ്റ് ഇമ്പോർട്ടർ ആയിരുന്നു, ഫോർ എക്സാമ്പിൾ വിത്ത് റെസ്പെക്ട് ടു മൊബൈൽ ഫോൺസ്. സോ ഫ്രം നെറ്റ് ഇമ്പോർട്ടർ ടു വി ബിക്കം നെറ്റ് എക്സ്പോർട്ടർ. പക്ഷേ എന്തില്ല, വാല്യൂ അഡീഷൻ വരുന്നില്ല, മാനുഫാക്ചറിങ് വരുന്നില്ല, അസംബ്ലിംഗ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇലക്ട്രോണിക് കോമ്പോണൻസ് മാനുഫാക്ചറിംഗ് സ്കീമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രോണിക് കോമ്പോണൻസ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഡിസൈൻസ് അതുപോലെ തന്നെ ഇതിന്റെ സെയിൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. എന്ത് മാത്രമല്ല, ജസ്റ്റ് അസംബ്ലിംഗ് അല്ല, മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസൈനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ദിസ് സ്കീം ഈസ് ആക്ച്വലി ഇംപ്ലിമെന്റഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയിലാണ് ECMS എന്ന് പറയുന്ന ECMS എന്ന് പറയുന്ന സ്കീം, ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം വരുന്നത്. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഗ്ലോബൽ വാല്യൂ ചെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ സ്കീമിന്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റം ബൈ 2030 $500 billion. Okay, US dollar, $500 billion ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെക്ടർ ബൈ 2030-31 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫോക്കസ്. ആസ് ഐ ഡിസ്കസ്, മേജർ ഇഷ്യൂ എന്തായിരുന്നു, PLI സ്കീമിൽ നമ്മൾ അസംബ്ലി ലൈൻ ആയിരുന്നു ഫോക്കസ് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമിന്റെ അണ്ടറിൽ വി ആർ ഫോക്കസിംഗ് മോർ ഓഫ് എ മാനുഫാക്ചറിംഗ് ഓഫ് ദി ഇലക്ട്രോണിക് ഗുഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാല്യൂ അഡീഷൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ സ്കീമിന്റെ അണ്ടറിൽ 3 പില്ലേഴ്സിലാണ് ഈ സ്കീം വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്തൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക. അത് 2027 വരെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഈ സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഒരു ഫണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സപ്പോർട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ എയ്ഡ് ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് കൊടുക്കും. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അനുസരിച്ച് കൊടുക്കും. അതേപോലെ തന്നെ ദർ ആർ എംപ്ലോയ്മെന്റ് ജനറേഷൻ കോമ്പോണന്റ്, അതായത് നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ്സ് ആക്ച്വലി ലിങ്ക് ചെയ്യുന്നത് എത്ര എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. PLI സ്കീമിൽ എങ്ങനെയാണ്, എത്ര ഇൻക്രിമെന്റൽ സെയിൽസ് വന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എങ്ങനെയായിരുന്നു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് നടക്കുന്നത്, ലെറ്റ്സ് സേ ദാറ്റ് ഈ വർഷം ആപ്പിൾ ഐഫോൺ എന്ത് ചെയ്യുന്നു, 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. സോ നെക്സ്റ്റ് ഇയർ ആപ്പിൾ ഐഫോൺ എന്ത് ചെയ്യുന്നു, 110 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഇവിടെ ഇൻസെന്റീവ് എത്ര എണ്ണത്തിനാണ് കൊടുക്കുക, ഈ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്ത 10 ഐഫോണിനായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ്
ഇപ്പൊ 2028 ആയപ്പം ആപ്പിൾ എന്ത് ചെയ്യുന്നു, ഒരു 130 ഐഫോൺ എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20 ഐഫോണിനായിരിക്കും എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കുക. അതിന്റെ 2029 ഐഫോൺ എന്ത് ചെയ്യുന്നു, ഒരു 130 എണ്ണം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇൻക്രിമെന്റ് വന്നിട്ടില്ല. സോ സീറോ, ബേസിക്കലി എന്താണ് സീറോ ഇൻസെന്റീവ്. സോ ദാറ്റ് ഈസ് മീൻസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് എന്തിനുള്ളതാണ്, ടു ഇൻസെന്റിവൈസ് ദി പ്രൊഡക്ഷൻ. അതായത് കമ്പനികൾ എന്ത് ചെയ്യണം, വളരണം. ഇപ്പോഴത്തെ പ്രോബ്ലംസ് എന്താണ്, ഒരുപാട് കമ്പനികൾ എന്താണ് ചെറുതായി തന്നെ നിൽക്കുകയാണ്. അപ്പൊ കമ്പനികൾക്ക് പ്രോഗ്രസ് ഉണ്ടാവണം. സോ ദിസ് ഈസ് ആക്ച്വലി ഇൻസെന്റിവൈസിങ് കമ്പനീസ് പ്രോഗ്രസ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്കീമാണ് PLI സ്കീം. അപ്പൊ PLI സ്കീമിന്റെ അതേ ലൈനിൽ തന്നെയാണ് എന്ത് ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമും വരുന്നത്. അവിടെ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, സെയിൽസ് മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ ഫോർമൽ ജോബ്സ്, ഇൻഡയറക്ട് ജോബ്സ് അല്ല, ഡയറക്റ്റ് എത്ര എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തു അത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിൽസ് ടാർഗറ്റ് ഇവിടെ തന്നെ PLI പോലെ തന്നെ ഇൻക്രിമെന്റലി എന്ത് ചെയ്യുന്നു, സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫാക്ടറി, അസംബ്ലി ലൈനിൽ മാത്രമല്ല ഫാക്ടറി, മിഷനറി, ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നടക്കും. സോ ബേസിക്കലി PLI വിച്ച് റിവാർഡ് കമ്പനി പ്യൂർലി ഓൺ ഇൻക്രിമെന്റൽ സെയിൽസ്. പക്ഷേ ECM സ്ട്രക്ചർ എന്താണ്, ബോർഡർ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആർ സ്ട്രിക്ട്ലി ലിങ്ക്ഡ് വിത്ത് 3 പാരാമീറ്റേഴ്സ്. PLI എന്തിന് മാത്രമേ ഉള്ളൂ, സെയിൽസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അവിടെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്തോ നോക്കുന്നില്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നോ എന്നുള്ളത് നോക്കുന്നില്ല, എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ, സെയിൽസ് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമിലേക്ക് വരുമ്പം PLIന്റെ പ്രോബ്ലം എന്തായിരുന്നു, ഇതുകൊണ്ട് സെയിൽസ് മാത്രം നോക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അസംബ്ലി ലൈൻ മാത്രമാണ് കമ്പനികൾ ഇവിടെ ഡെവലപ്പ് ചെയ്തത്, ഫാക്ടറി ആൻഡ് മാനുഫാക്ചറിംഗ് ഡെവലപ്പ് ചെയ്തില്ല. പക്ഷെ പുതിയ സ്കീമിൽ എന്ത് ചെയ്യും, എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി കമ്പനി, സോ ദാറ്റ് ഫാക്ടറീസ് അവിടെ സെറ്റപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കും, എത്ര ഡയറക്റ്റ് ജോബ്സ് ക്രിയേറ്റ് ആയി എന്നുള്ളത് എന്ത് ചെയ്യും നോക്കും. അതേപോലെ തന്നെ PLI പോലെ തന്നെ ഇൻക്രിമെന്റൽ സെയിൽസ്, എത്ര സെയിൽസ് വോളിയം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ 3 കോമ്പോണൻസ് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീമിന്റെ അണ്ടറിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സോ ആ സ്കീം ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. PLI ചോദിച്ച സ്കീമാണ്. അപ്പൊ PLI പോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിക്കാൻ കഴിഞ്ഞ 3 സ്കീമും നമ്മൾ എന്തിനെ പറ്റി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്, മാനുഫാക്ചറിംഗ് സെക്ടറിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് എന്താണ്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ്, അതേപോലെ തന്നെ റെയർ എർത്ത് കോറിഡോർ എന്തിനാണ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഇലക്ട്രിക്കൽ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം. സെയിം ലൈൻസ് വിത്ത് PLI. പക്ഷെ എന്താണ്, PLIയിൽ ഒരു ക്രൈറ്റീരിയ ഉള്ളൂ, ഇവിടെ എത്രയുണ്ട്, 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് സെയിൽസ് ടാർഗറ്റ്. ഇറ്റ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് BT എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് സബ്ജക്ട്. സോ നെക്സ്റ്റ് ടോപ്പിക് വരുന്ന, നെക്സ്റ്റ് സ്കീം വരുന്ന ബയോഫാർമ സ്കീമാണ്, ബയോഫാർമ ശക്തി സ്കീം. ഓക്കെ, സോ ബയോഫാർമ ശക്തി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ച, ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെന്റ് ത്രൂ ദി നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, so you made a name and you put in ChatGPT to make some elaboration. That's it. So strategy for healthcare advancement through knowledge, technology and innovation എന്നാണ് സ്കീമിന്റെ പ്രോഗ്രാം, സ്കീമിന്റെ പേര്. ഇത് ബേസിക്കലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അറ്റ് പ്രസന്റ് നമ്മുടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് പ്രസന്റ് ഹെൽത്ത് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ വോളിയം ഇന്ത്യ ഈസ് ദ largest manufacturing drug manufacturer, and India is the largest exporter of generic drugs alle. So India is known as the pharma of the world. India is known as the pharma of the world. Ella സ്ഥലത്തേക്കും എന്ത് ചെയ്യുന്നു, basically generic drugs എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മളാണ്. We are also one of the largest producer by volume but not by value. So by volume നോക്കുകയാണെന്നുണ്ടെങ്കിൽ, number of medicines നോക്കുകയാണെന്നുണ്ടെങ്കിൽ, volume നോക്കുകയാണെന്നുണ്ടെങ്കിൽ we are the largest producer. But by value of the medicines നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, we are not the largest is US basically. So basically വാല്യൂ, വോളിയം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചീപ്പർ വേരിയൻസ് ആണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യൻ ഹെൽത്ത് കെയർ സെക്ടർ അറ്റ് പ്രസന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രോബ്ലം, ജനറിക് ഡ്രഗ്സ് ആണ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വി ആർ ദ ലാർജസ്റ്റ് ജനറിക് ഡ്രഗ്സ് മാനുഫാക്ചറിങ്. ഓക്കെ, സോ ജനറിക് ഡ്രഗ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. വാട്ട് ഈസ് ജനറിക് ഡ്രഗ്സ് മീൻസ്? ജനറിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി അതായത് ചീപ്പർ വേർഷൻ ഓഫ് ദി ബ്രാൻഡഡ് ഡ്രഗ്സ് അല്ലെ. 2 രീതിയിലുള്ള ഡ്രഗ്സ് ഉണ്ട്, ഒന്ന് ബ്രാൻഡഡ് ഡ്രഗ്സും ഉണ്ട്, 2 ജനറിക് ഡ്രഗ്സും ഉണ്ട്. സോ ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ കാണുന്ന ഈ കമ്പനീന്റെ പരസ്യമൊക്കെ വരുന്ന, കമ്പനീന്റെ പേരൊക്കെയുള്ള സിപ്ല എന്നൊക്കെ പറഞ്ഞ് കാണുന്ന കമ്പനീന്റെ പേരൊക്കെയുള്ള ഡ്രഗ്സുകൾ. സോ ദിസ് ഈസ് ബ്രാൻഡഡ് ഡ്രഗ്സ്.
ജനറിക് ഡ്രഗ്സ് എന്താണ്? ഇതേ കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കും. കെമിക്കൽ കോമ്പോസിഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? ഇവിടെ ബ്രാൻഡിങ് ഉണ്ടാവില്ല, ബ്രാൻഡിന്റെ കളർ ഉണ്ടാവില്ല. എന്താണ്? അതേ പക്ഷെ കെമിക്കൽ കോമ്പോസിഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ജനറിക് ഡ്രഗ്സ് ആണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വി ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് സോ മച്ച് മണി ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓൾറെഡി എന്ത് ചെയ്യുന്നു? ആളുകൾ എന്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ശരിക്കും ഡ്രഗ് ഉണ്ടാക്കുന്നത്? ഓൾറെഡി എന്ത് ചെയ്യും? പല കമ്പനികളും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ പ്രകാരം ലെറ്റ്സ് സേ ദാറ്റ് ദേ മെയ്ഡ് എ ഡ്രഗ്. ഓക്കെ, ഒരു ഡ്രഗ് അവർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. സോ ദേ വിൽ ബ്രാൻഡ്. ലെറ്റ്സ് സേ ദാറ്റ് സിപ്ല എന്ത് ചെയ്തു? ബേസിക്കലി ഒരു ഡ്രഗ് ഉണ്ടാക്കി. സോ ഇവര് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂ ചെയ്ത് അവർ കണ്ടെത്തിയ ഒരു ഡ്രഗ് ആണിത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പാറ്റന്റ് ആക്ട് പ്രകാരം ഇവർക്ക് എന്ത് കിട്ടും? പാറ്റന്റ് പ്രൊട്ടക്ഷൻ കിട്ടും. സോ പാറ്റന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേറൊരു കമ്പനിക്കും ഇതേ കെമിക്കൽ കോമ്പോസിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. സോ ബേസിക്കലി നമ്മൾ എവിടെ വരെ പറഞ്ഞത്? എവിടെ വരെ കേട്ടു? ജനറിക് ഡ്രഗിന്റെ. ഓക്കെ. സോ ജനറിക് ഡ്രഗ് ബേസിക്കലി എന്ത് ചെയ്യുന്നു? ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബ്രാൻഡഡ് ഡ്രഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഇഷ്യൂ ചെയ്യുന്നു. ലെറ്റ്സ് സിപ്ല എന്ത് ചെയ്യുന്നു? ഇവിടെ ഡ്രഗ് ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ഡ്രഗിന് എന്ത് ചെയ്യുന്നു? ആസ് പെർ പാറ്റന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നു? പാറ്റന്റ് റൈറ്റ്സ് കിട്ടുന്നു അല്ലെ? സോ ഇന്ത്യയിലും എന്താണ്? പാറ്റന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, അവർക്ക് പാറ്റന്റ് റൈറ്റ്സ് ഉണ്ട്. എത്ര വർഷത്തേക്കാണ് നമുക്ക് പാറ്റന്റ് കിട്ടുക? 20 വർഷത്തേക്കാണ്, 20 yearsലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുക? പാറ്റന്റ് എടുക്കാൻ പറ്റുക. പക്ഷേ കമ്പനികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ there is a one concept called evergreening. So evergreening of patent. So this is very important. So evergreening എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു 20 വർഷം കഴിഞ്ഞാൽ ഈ ഡ്രഗ് എന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇവരെന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ചെറിയ സ്മോൾ ചേഞ്ചസ് എന്ത് ചെയ്യും? ഈ ഡ്രഗിൽ വരുത്തും. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കോമ്പോസിഷനിൽ മാറ്റം വരുത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യും? പാറ്റന്റിന് അപ്ലൈ ചെയ്യുന്നു. സോ അനദർ 20 years എന്ത് ചെയ്യുന്നു? ഇവർക്ക് ഈ പാറ്റന്റ് കിട്ടുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് എവർഗ്രീനിങ് ഓഫ് പാറ്റന്റിങ് ഓർ സെക്കൻഡറി പാറ്റന്റിങ് എന്ന് വിളിക്കും. അതായത് എന്താണ്? ഓൾറെഡി പാറ്റന്റിങ് ഉള്ള ഒരു ഡ്രഗിനെ ആ പാറ്റന്റ് തീരാനാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ചെറിയ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റം വരുത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? പാറ്റന്റ് എന്ത് ചെയ്യുന്നു? ബേസിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പാറ്റന്റ് ആക്ട് പ്രകാരം 2 രീതിയിലുള്ള പാറ്റന്റിങ് ഉണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് പാറ്റന്റിങ്ങും, 2 പ്രോസസ് പാറ്റന്റിങ്ങും. ഓക്കെ, ഇന്ത്യയിൽ എന്ത് പാറ്റന്റിങ് മാത്രമേ ഉള്ളൂ? ബേസിക്കലി ഇന്ത്യയിലെ പ്രോസസ് പാറ്റന്റിങ് മാത്രമേ ഉള്ളൂ. അതായത് ആ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി അടിക്കായിരുന്നാൽ മതി. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? അതേപോലത്തെ പ്രൊഡക്റ്റിനെ വേറെ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ കെമിക്കൽ കോമ്പോസിഷൻസ് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? ആ കെമിക്കൽ കോമ്പോസിഷന്റെ ഭാഗമായിട്ട് ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കുകയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി എന്താണ്? ഈ എവർഗ്രീനിങ്, സെക്കൻഡറി പാറ്റന്റിങ് എന്നുള്ള ടേംസ് ഒക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇനി അറ്റ് പ്രസന്റ് ഇന്ത്യയുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യന്റെ പ്രശ്നം, ഇന്ത്യ എന്താണ്? ടെക്നോളജിക്കലി നമ്മൾ മാനുഫാക്ചറിങ് ഫാർമ സെക്ടറിൽ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ
ബേസിക്കലി എന്താണ് ലാർജസ്റ്റ് വോളിയം ആണ്. പക്ഷെ നമുക്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? അവർ ഐഡിയ ഈസ് ടു വോളിയം ടു വാല്യൂ. അറ്റ് പ്രസന്റ് വി ആർ ദ ലാർജസ്റ്റ് വോളിയം. നൗ വി ഹാവ് ടു ഷിഫ്റ്റ്, വി ഷുഡ് ഷിഫ്റ്റ് ടു ദി വാല്യൂ ബേസ്ഡ് മെഡിസിൻ. നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ കൂട്ടണം, ഹൈ കോസ്റ്റ് മെഡിസിൻസ് പോകണം. അതിനെന്ത് വേണം? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം, ബെറ്റർ മാനുഫാക്ചറിങ് എബിലിറ്റി വേണം. ഓക്കെ, സോ ഹെൽത്ത് സെക്ടർ എന്ത് ചെയ്യണം? റെസിലിയന്റ് ആവണം. ഹെൽത്ത് സെക്ടർ റെസിലിയന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ അറ്റ് പ്രസന്റ് ഫോർ APIs വി ആർ ഡിപ്പെൻഡഡ് ഓൺ ചൈന. അപ്പൊ ഈ ഡിപ്പെൻഡൻസി കുറയ്ക്കണം. സോ ഈ ഡിപ്പെൻഡൻസി കുറച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മുടെ ഹെൽത്ത് സെക്ടർ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെസിലിയന്റ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ വി ഹാവ് പൊട്ടൻഷ്യൽ ബിക്കോസ് ഓൾറെഡി ബൈ വോളിയം വി ആർ ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ബൈ വാല്യൂഡി നമുക്ക് എന്ത് ചെയ്യണം? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആവണം. അതേപോലെ തന്നെ അറ്റ് പ്രസന്റ് ദർ ആർ ഇഷ്യൂസ് വിത്ത് റെസ്പെക്ട് ടു ഷിഫ്റ്റിംഗ് ഡിസീസ് ബർഡൻ. എന്താണ് ഷിഫ്റ്റിംഗ് ഡിസീസ് ബർഡൻ? അറ്റ് പ്രസന്റ് എന്താണ് നമ്മൾ എന്തായിരുന്നു കൂടുതലും നമുക്ക് പണ്ടുണ്ടായിരുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഡിസീസ് ബേർഡൻ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുന്ന എവിടെയാണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഫോർ എക്സാമ്പിൾ കേരളമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ ക്യാൻസർ ബേർഡൻ എന്താണ്? വളരെ കൂടുതലാണ്. സോ സദേൺ ഇന്ത്യ ബേസിക്കലി എന്താണ്? ഓൾറെഡി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഒബേസിറ്റി പോലെയുള്ള ഡിസീസസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഉള്ളത്. അപ്പൊ നോർത്ത് ഇന്ത്യയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസീസ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആവുന്നു. അപ്പം ഈ സിറ്റുവേഷനിലാണ് ബേസിക്കലി ഗവൺമെന്റ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ബയോ ഫാർമ ശക്തി സ്കീം എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇഷ്യൂ ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദി ഓവറോൾ വാല്യൂ ഓഫ് ഫാർമ സെക്ടർ. ഓക്കെ, സോ എങ്ങനെയാണ് ഓവറോൾ വാല്യൂ ഫാർമ സെക്ടർ ഇൻക്രീസ് ചെയ്യുക? ബൈ ഫോക്കസിങ് ഓൺ മോർ ഓഫ് എ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതിന് വേണ്ടിയിട്ട് ബജറ്റ് ഔട്ട്ലേ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഔട്ട്ലേ ആൻഡ് അലോക്കേഷൻ? കാണാൻ പറ്റും എന്ന്, ടോട്ടൽ എന്നും കാണാൻ പറ്റും, അതേപോലെ തന്നെ അലോക്കേഷൻ എന്നും കാണാൻ പറ്റും. ഓക്കെ, ഔട്ട്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആ സ്കീമിന് വേണ്ടി എത്ര സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് 10 വർഷത്തേക്കാണ് ആ സ്കീം ഉണ്ടെങ്കിൽ ഇതെന്താണ്? ടോട്ടൽ സ്പെൻഡിങ് ആണ്. പക്ഷെ ഈ വർഷം ബജറ്റിൽ എത്ര കൊടുത്തിട്ടുണ്ട്? 500 കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യും? അടുത്ത ബഡ്ജറ്റിൽ കൊടുക്കും. അതാണ് അലോക്കേഷൻ. ഈ വർഷം എത്ര കൊടുത്തു അത് അലോക്കേഷൻ. ടോട്ടൽ ആ സ്കീം എത്ര ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ സ്കീമാണ് എന്ന് പറയുന്നതാണ് ബേസിക്കലി ഔട്ട്ലേ എന്ന് പറയുന്നത്. അപ്പം ഫാർമ ശക്തി സ്കീം ഈസ് വെരി ഇമ്പോർട്ടന്റ് സ്കീം. അതിന്റെ മിനിസ്ട്രി വരുന്നത് ആരാണ്? ബേസിക്കലി കൺട്രോൾ വരുന്നത് CDSCO ആണ്, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ഫംഗ്ഷൻ അണ്ടർ ദി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് സർവീസസ് ആണ്. ഓക്കെ, സോ CDSCO ആണ് ബേസിക്കലി എന്ത് ചെയ്യുക? ഫാർമ ശക്തി സ്കീം കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ് ക്വാളിറ്റി ഒക്കെ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നൈപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, ഇതാണ് നൈപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബേസിക്കലി ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിന്റെ ടെസ്റ്റിംഗ് ക്വാളിറ്റി പർപ്പസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതിന്റെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ആരാണ്? ബേസിക്കലി CDSCO ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? അത് റെഗുലേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അണ്ടർ ദിസ് ഫാർമ ശക്തി സ്കീം വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് വി ആർ ആക്ച്വലി വാണ്ടഡ് ടു പ്രൊഡ്യൂസ് ബയോസിമിലേഴ്സ്. ഓക്കെ, സോ നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്? ബയോസിമിലേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. എന്താണ് ബയോസിമിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബയോലോജിക്സ് അറിയുമല്ലോ നിങ്ങൾക്ക്. ബയോലോജിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ബയോസിമിലർ എന്താന്ന് പറയുന്നതിന് മുമ്പ് ബയോലോജിക്സ് എന്താന്ന് പറയാം. സോ ബയോലോജിക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ എന്താണ്? ഡ്രഗ്സ് ആണ്. ഓക്കെ, എങ്ങനത്തെയുള്ള ഡ്രഗ്സ് ആണ്? ബേസിക്കലി ഹൈലി കോംപ്ലക്സ് മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ലിവിംഗ് സിസ്റ്റം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോർമലി നമ്മൾ ജനറിക് മാനുഫാക്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കെമിക്കൽ കോമ്പോസിഷൻ ആണ് എടുക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു ഡ്രഗിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ആണ് നമ്മൾ എടുക്കുക. ഇവിടെ കെമിക്കൽസ് ആണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ പെനിസിലിൻ, ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ വാക്സിൻസ് ഒക്കെ എന്താണ്? വാക്സിൻസിലൊക്കെ എന്തുണ്ടാവും? ലിവിംഗ് ഓർഗാനിസം ബേസ്ഡ് ആണ്. ഓക്കെ, ലിവിംഗ് ഓർഗാനിസം ബേസ്ഡ് ആണ്. അതായത് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് എന്താണ്? ലിവിംഗ്, ഐദർ ഇൻ എ ഡീആക്ടിവേറ്റഡ് ഫോം ഓർ ഇൻ എ ഡെഡ്ലി ഫോം. എന്ത് ചെയ്യുന്നു? നമ്മൾ വാക്സിനിലൂടെ നമ്മളെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഈ വാക്സിൻസ്, ഇൻസുലിൻസ് പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ബയോലോജിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബയോലോജിക്സ് എന്താണ്? ഹൈലി കോംപ്ലക്സ് മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ലിവിംഗ് സിസ്റ്റം എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, ഒരു ലിവിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മൈക്രോ ഓർഗാനിസം, ഇറ്റ് ക്യാൻ ബി ഈസ്റ്റ്, ഓക്കെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫംഗസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വളരെ ചെറിയ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്ന മെഡിസിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോലോജിക്സ് എന്ന് വിളിക്കുക. മറ്റേ മെഡിസിൻസ് എന്താണ്? ഡ്രഗ്സ് എന്താണ്? സാധാരണ രീതിയിലുള്ള ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ കെമിക്കൽ കോമ്പോസിഷൻ. ഇവിടെ എന്താണ്? ലിവിംഗ് കോമ്പോസിഷൻ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്കീം ചോദിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ബയോലോജിക്സ് എന്നും എന്താണ് ബയോസിമിലേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടും വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം?
ബയോലോജിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് സിസ്റ്റം സച്ച് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ യൂസിങ് ബയോടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ബയോലോജിക്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾസ് ആണ് വാക്സിൻസ്, മോണോക്ലോണിക് ആന്റിബോഡീസ്, ഇൻസുലിൻസ്. ഇതൊക്കെ കണ്ടില്ലേ, ലിക്വിഡ് ഫോർമാറ്റിൽ ഉണ്ടാവും. ഇതിനകത്ത് എന്താ ഉണ്ടാവും, ഐദർ ഇൻ ഡെഡ് ആയിട്ട് എന്തെങ്കിലും ലിവിങ് ഓർഗാനിസം ഉണ്ടാവും, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ഡിറൈവ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള നമ്മൾ എന്ത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. അപ്പം ബേസിക്കലി unlike conventional drug, they are not made through chemical synthesis but through the biological process. ഇതാണ് വ്യത്യാസം. ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. ഒന്ന് ലിവിങ് ആണ്, രണ്ടെന്താണ് ഇവിടെ ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുക, ബയോലോജിക്സ് ഉണ്ടാക്കുക. ഇനി നമ്മുടെ ബയോശക്തി സ്കീം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബയോലോജിക്സ് ഉണ്ടാക്കിയത് ആരാണ്? വലിയ വലിയ ഡെവലപ്ഡ് കൺട്രീസും വലിയ വലിയ കമ്പനീസും ഒക്കെ വളരെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയിട്ടാണ് ബേസിക്കലി ബയോലോജിക്സ്, ഇൻസുലിൻസ്, ഇങ്ങനത്തെയൊക്കെയുള്ള ലിക്വിഡ്സ്, വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് ഇവരുടെ എല്ലാം നമ്മൾ പാറ്റന്റ് റൈറ്റ് എത്രയാണ്? 20 വർഷത്തേക്ക്. സോ ഇവിടുത്തെ ക്യാച്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ പാറ്റന്റ് തീരാൻ പോവാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇനി ഇത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. സോ ഗവൺമെന്റ് ഈസ് അനൗൺസ്ഡ് ബയോശക്തി സ്കീം ടു ക്രിയേറ്റ് ബയോസിമിലേഴ്സ്. എന്താണ് ബയോസിമിലേഴ്സ്? നമ്മള് ജനറിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ അതേ കെമിക്കൽ കോമ്പോസിഷൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറിക് ഡ്രഗ് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ ജനറിക് ഡ്രഗ് എന്ന് വിളിക്കുന്നത്. ബ്രാൻഡഡ് ഡ്രഗിന്റെ ബ്രാൻഡ് ഉണ്ടാവില്ല, കളർ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കെമിക്കൽ കോമ്പോസിഷൻ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ബയോസിമിലർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ നേരത്തെ കണ്ട ഈ ബയോലോജിക്സ് ഇല്ലേ, ഈ ബയോലോജിക്സിന്റെ എന്ത് ചെയ്യാൻ തീരാൻ പോവാണ്? പാറ്റന്റ് തീരാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ അതേ കോപ്പി എന്ത് ചെയ്യുന്നു, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ജനറിക് ഡ്രഗ്സ് പോലെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ബയോസിമിലേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായിരിക്കും അപ്പൊ അതിന്റെ പ്രത്യേകത? ജനറിക് ഡ്രഗ്സ് പോലെ തന്നെ ബയോസിമിലറിന് എന്തായിരിക്കും? കോസ്റ്റ് കുറവായിരിക്കും. കാരണം നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് എക്സ്പയറി ഓഫ് ദി ഒറിജിനൽ ഡ്രഗ്സ് പാറ്റന്റ് എന്ത് ചെയ്യുന്നു, തീരാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് വി ആർ ഓൾസോ ട്രൈങ് ടു ക്രിയേറ്റ് ലോ കോസ്റ്റ് വേർഷൻസ് ഓഫ് ദി ബയോലോജിക്സ്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ബയോസിമിലർ. എന്തുകൊണ്ടാണ് ഇവിടെ ബയോസിമിലർ എന്ന് വിളിക്കാൻ കാരണം? സിമിലാരിറ്റി എന്നാണ് പറയുന്നത്. ജനറിക് ഡ്രഗ്സ് പോലെ തന്നെ എക്സാക്ട് കോമ്പോസിഷൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ക്യാച്ച് പോയിന്റ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാം, ബയോസിമിലറിൽ ബട്ട് ബയോസിമിലർ ആണ്, ഹൈലി സിമിലർ ആണ്, ബട്ട് നോട്ട് ഐഡന്റിക്കൽ ടു റെഫറൻസ് ബയോളജിക്കൽ പോയിന്റ്. കാരണം എന്താണ്? ഇതിനകത്ത് ലിവിങ് ഓർഗാനിസം ഉണ്ട്. അപ്പൊ ലിവിങ് ഓർഗാനിസം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ലിവിങ് ഓർഗാനിസവും മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ആ ഡ്രഗും തമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്താണ്, ഇമ്പാക്റ്റും അതിന്റെ ആക്ടിവിറ്റിയും ബോഡിയിൽ ഉണ്ടാവുന്ന റെസ്പോൺസും സിമിലർ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കില്ല, എക്സാക്ട് ഐഡന്റിക്കൽ കോപ്പി ഓഫ് ഡ്രഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ തലവേദനയ്ക്ക് കഴിക്കുന്ന ഡോളോ. ഇപ്പൊ ഡോളോ നമുക്ക് എന്ത് ചെയ്യണം, ജനറിക് മാനുഫാക്ചറിൽ ഉണ്ടാക്കണം, ജനറിക് ഡ്രഗ്സ് ആക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡോളോ എന്നുള്ള പേര് ഉണ്ടാവില്ല, ഡോളോന്റെ കളർ ഉണ്ടാവില്ല, ആ നീല കവർ ഒന്നും ഉണ്ടാവില്ല, നോർമൽ ഒരു കളർ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സിമിലർ കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കും. ഡോളോന്റെ കെമിക്കൽ കോമ്പോസിഷനും ഈ ജനറിക് ഡ്രഗ്സിന്റെ സിമിലർ കോമ്പോസിഷൻ ആയിരിക്കും. പക്ഷെ ഇൻസുലിന്റെ ബയോസിമിലർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസുലിനും ഈ ബയോസിമിലർ ആയിട്ടുള്ള ഇൻസുലിനും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഐഡന്റിക്കൽ ആയിരിക്കില്ല. കാരണം എന്താണ്, ഇവിടെ കെമിക്കൽ കോമ്പോസിഷൻ ആണെങ്കിൽ ഇവിടെ ബയോളജിക്കൽ പ്രോസസ് ആണ്. അപ്പം ഇവിടെ ലിവിങ് ഓർഗാനിസം വരുന്നതുകൊണ്ട് there will be some kind of differences. അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സോ origin from living cells, exact replication is not possible unlike the generic drugs. However, they show no clinical meaningful differences in the terms of safety and efficiency of quality. അപ്പൊ ഇതൊരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് ശരിയാണ്. എന്താണ്, എക്സാക്ട് റിപ്ലിക്കേഷൻ പറ്റില്ല. പക്ഷെ എന്താണ്, there is no മീനിങ് ഡിഫറൻസസ്, ചെറിയ ഡിഫറൻസസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ബോഡിയിലുള്ള റെസ്പോൺസസ് എന്താണ്, ബേസിക്കലി ഡിഫറൻസസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ക്ലിനിക്കൽ ട്രയൽസ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ബയോ ഫാർമ സ്കീം. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും ബയോ ഫാർമ സ്കീമിൽ രണ്ട് കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ബയോലോജിക്സ് എന്താന്നുള്ളതും ബയോ സിമിലർ എന്താന്നുള്ളതും പഠിക്കുക എന്നുള്ളതാണ്. അത് ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ എന്താണ്, ജനറിക് ഡ്രഗ്സും അതും ചോദിക്കാറുണ്ട്. ജനറിക് ഡ്രഗ്സും ബ്രാൻഡഡ് ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളത് പഠിക്കാം. അതൊക്കെ. ഇനി എന്താണ് ബേസിക്കലി ബയോ ഫാർമയിൽ നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്? മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. ആരാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? CDSCO ആണ് ബേസിക്കലി കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ഓക്കെ ഓക്കെ, അപ്പൊ എക്സാക്ട് വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ബേസിക്കലി ഈ സാധനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഓൾസോ സെറ്റിംഗ് അപ്പ് ന്യൂ എന്ത് ചെയ്യുന്നുണ്ട്, നൈപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ട നൈപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സാധനങ്ങൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക്കലി അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഐഡിയ എന്താണ്, ടു ഫോക്കസ് മോർ ഓൺ എ ക്ലിനിക്കൽ ട്രയൽസ്. നൈപ്പറിലായിരിക്കും എന്ത് ചെയ്യുക, ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്താൻ വേണ്ടി. ഇത് ഈ ബയോസിമിലറിൽ ഉണ്ടാക്കുമ്പോൾ ഇത് എക്സാക്ട്ലി അതുപോലെ തന്നെ വരുന്നുണ്ടോ നോക്കണം അല്ലേ. സോ ക്ലിനിക്കൽ ട്രയൽസ് നടത്താൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ സാധനങ്ങൾ
നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. സോ ടു ക്രിയേറ്റ് മോർ ഇന്നോവേഷൻ, അപ്പൊ നമ്മൾ ഡ്രഗ് മാനുഫാക്ചറിങ് എന്തിലേക്ക് പോകും, കുറച്ചുകൂടി വാല്യൂ ബേസ്ഡ് ഡ്രഗ് മാനുഫാക്ചറിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സ്കീംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇതിനകത്ത് ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് സ്കീംസിന്റെ പുറമെ തന്നെ ഈ സ്കീമിന് വേറെ 3-4 പില്ലേഴ്സ് കൂടിയാണ് ഈ സ്കീമിനുള്ളത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച്, അതാണ് ബേസിക്കലി പുതിയ നൈപ്പേഴ്സ് എന്ത് ചെയ്യുന്നു നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. 7 എക്സിസ്റ്റിംഗ് നൈപ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, അഡ്വാൻസ്ഡ് റിസർച്ച് സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി 7 എണ്ണം ഉണ്ട്, അത് അപ്ലിഫ്റ്റ് ചെയ്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 3 എണ്ണത്തിലേക്ക് നമ്മൾ 3 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ നൈപ്പർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. ഇനി അതേപോലെ തേർഡ് ആണ് ക്ലിനിക്കൽ ട്രയൽസ് നെറ്റ്വർക്ക്. 1000 ക്ലിനിക്കൽ ലാബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രയൽ ലാബ്സ് കൂടി ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ വൈഡ് നെറ്റ്വർക്ക് ഓവർ 1000 അക്രഡിറ്റഡ് ക്ലിനിക്കൽ ട്രയൽ ലാബ്സ് സൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇനഫ് ലാബ്സ്, ടെസ്റ്റിംഗ് ലാബ്സ് ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കൽ ട്രയൽസിന് വേണ്ടിയിട്ടുള്ള 1000 ലാബ്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെഗുലേറ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞു, CDSCO ആണ് റെഗുലേറ്ററി ചെയ്യുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഡ്രഗിന് അപ്രൂവൽ കൊടുക്കുന്നത് ആരായിരിക്കും, CDSCO ആയിരിക്കും കേട്ടോ. സോ SCO SCO എന്താണ്, നമ്മുടെ ചൈന. അപ്പൊ CD സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാക്കി ഡ്രഗ്സിന്റെ ബേസിക്കലി അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ ടാക്സ് സപ്പോർട്ട് ഫുള്ളി എക്സംപ്റ്റിംഗ് ആണ്. 17 ക്യാൻസർ റിലേറ്റഡ് ഡ്രഗ്സിന് ബേസിക്കലി ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവോയ്ഡഡ് ബേസിക് ഡ്യൂട്ടി ടു എൻഷുർ ദാറ്റ് ഇമ്മീഡിയറ്റ് ക്യാൻസർ ഡ്രഗ്സിന്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ 17ഓളം ക്യാൻസർ ഡ്രഗ്സിന് ഗവൺമെന്റ് എന്ത് ചെയ്തു, പ്രൈസ് കുറച്ചു. ഓക്കെ, സോ ബയോമെഡിസിൻസ് എന്താണ്, ബേസിക്കലി ജസ്റ്റ് ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ. ഇവിടെ കെമിക്കലാണ്, ഇവിടെ എന്താണ്, ലിവിംഗ് സെൽസ് ആണ്. ഇവിടെ പ്രോട്ടീൻ ബേസ്ഡ് ആയിരിക്കും, ലാർജ് മോളിക്യൂൾസ് ആയിരിക്കും. ഇവിടെ സ്മോൾ മോളിക്യൂൾസ് ആയിരിക്കും, കാരണം ഇവിടെ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വെയിറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, ചെറിയ സ്ട്രക്ചർ ആയിരിക്കും. ഇവിടെ വളരെ കോംപ്ലക്സ് പ്രോട്ടീൻ സ്ട്രക്ചർ ആയിരിക്കും, ആന്റിബോഡീസ്, പ്രോട്ടീൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇനി നോർമൽ ഡ്രഗ്സ് നിങ്ങൾക്ക് അറിയാലോ, വായിക്കൂടിയാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മൾ മരുന്ന് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഇത് പൊതുവെ ഇഞ്ചെക്ട് ചെയ്യാണ് പൊതുവെ ചെയ്യുക. ഒന്നെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യുന്നു, വാക്സിൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, വാക്സിൻസ് ഇഞ്ചെക്ട് ചെയ്യാണ് പൊതുവെ ചെയ്യുക. അപ്പൊ ഓറലി ആയിരിക്കില്ല, ഇഞ്ചെക്ട് ആയിരിക്കും, IV വെച്ച് ചെയ്യായിരിക്കും ബേസിക്കലി ചെയ്യുക. ഇനി ബയോഫാർമയുടെ ഭാഗമായിട്ട് തന്നെ വി ആർ ഓൾസോ പ്രൊമോട്ടിംഗ് നോൺ ആനിമൽ മെത്തഡോളജീസ് ഓഫ് ബേസിക്കലി നോൺ ആനിമൽ മെത്തഡോളജി എന്താണ് എന്നുള്ളത് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് എന്താണ് നോൺ ആനിമൽ മെത്തഡോളജി എന്നുള്ളത് കൂടി ഒന്ന് നോക്കി വെക്കുക. ഇതിനെ ന്യൂ അപ്രോച്ച് ഓഫ് മെത്തഡോളജീസ് എന്ന് വിളിക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിന്റെ മുകളിലാണ്, ആനിമൽസിന്റെ മുകളിലാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ 2006 ഐ ഫോർഗോട്ട് ദി നെയിം ഓഫ് ദി ഡ്രഗ്, ബട്ട് ഒരു ഡ്രഗ് നമ്മൾ എന്ത് ചെയ്തു, ഒരു മങ്കിയിൽ ടെസ്റ്റ് ചെയ്തു. മങ്കിയിൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ബേസിക്കലി ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസ് ആ സമയത്ത് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ആനിമൽസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോ ആനിമൽ മെത്തഡോളജിയിലേക്കാണ് നമ്മൾ ഡ്രഗ് ടെസ്റ്റിംഗിന് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ നമ്മളപ്പോൾ ടെസ്റ്റ് ചെയ്യും, നമ്മൾ വി ആർ ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് by using human cells and tissues and sophisticated computer models ഉപയോഗിച്ചിട്ട് replace, reduce and refine 3R ആണ്, 3R of ആനിമൽ റിസർച്ച്. ആനിമൽ റിസർച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുറയ്ക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പോളിസീസ് ആണ് ബേസിക്കലി ബയോ ഫാർമയിൽ നമ്മൾ എന്താണ്, ആനിമൽ റിസർച്ച് ബേസിക്കലി കുറയ്ക്കുകയാണ്. ഇനി ആനിമൽ റിസർച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ there are certain type of നോൺ ആനിമൽ റിസർച്ച് ടെക്നിക്സ് വാസ് ഇൻ ന്യൂസ്. ഇത് ബഡ്ജറ്റിലില്ല, പക്ഷെ ഇത് ന്യൂസിൽ എന്തുണ്ട്, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എസ്പെഷ്യലി 3D ബയോ പ്രിന്റിംഗ് ആൻഡ് ഓർഗനോയിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പറിൽ പല സമയത്ത് ആർട്ടിക്കിളിൽ വന്നതുകൊണ്ട് ഐ എം ജസ്റ്റ് ഫോർ യുവർ അവയർനെസ്, ചിലപ്പോൾ ഇതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്നുള്ളതുകൊണ്ട് ബഡ്ജറ്റിലില്ല. പക്ഷെ എന്താണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്, ഫസ്റ്റ് നോൺ ആനിമൽ മെത്തഡോളജീസ് എന്ന് പറയുന്ന ഒന്നാണ് ഓർഗൻ ഓൺ എ ചിപ്പ് എന്ന് പറയുന്നത്. ഓർഗൻ ഓൺ എ ചിപ്പ്, ഈ ഓർഗൻ ഓൺ എ ചിപ്പ് എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ ഫ്ലൂയിഡ് ഡിവൈസസ് ലൈൻഡ് വിത്ത് ലിവിംഗ് ഹ്യൂമൻ സെൽസ് ദാറ്റ് മിമിക് ദി ഫിസിയോളജിക്കൽ എൻവയോൺമെന്റ് ആൻഡ് മെക്കാനിക്കൽ ഫോഴ്സസ് ആണ്. ഓക്കെ, അതായത് ബേസിക്കലി ഹ്യൂമൻ ലിവിംഗ് സെൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ ചിപ്പ് ബേസ്ഡ് ആയിട്ട് ഓർഗൻ ഓൺ എ ചിപ്പ്. ഓക്കെ, ഓർഗന്റെ അതേ പ്രവൃത്തി എന്ത് ചെയ്യും, ഓർഗൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ബ്ലഡ് ഫ്ലോ എങ്ങനെ പോകുന്നു, ബ്രീത്തിങ് എങ്ങനെ പോകുന്നു, അങ്ങനെ ഓർഗൻ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മൈക്രോ ഫ്ലൂയിഡ് ഡിവൈസസ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, സോ അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബേസിക്കലി എന്താണ്, ഇത് ഹ്യൂമൻസിന്റെ സെല്ലിൽ എന്തൊക്കെ മാറ്റം, അപ്പൊ ബേസിക്കലി ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ആ മാറ്റം എങ്ങനെയാന്നുള്ളത് നമുക്ക് എക്സാജറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതൊരു ടെക്നിക്കാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് ബേസിക്കലി ഓർഗനോയിഡ്സ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ന്യൂസിൽ കാണുന്ന ഒരു സാധനം. സോ ഓർഗനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിലാണ്, സെൽഫ് ഓർഗനൈസിങ് മിനി ഓർഗൻസ് ആണ് ബേസിക്കലി. സോ ഹ്യൂമൻസിന്റെ സ്റ്റെം സെല്ല് എടുത്തിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബേസിക്കലി പേഷ്യൻസിന്റെ ഇവർക്ക് ഓർഗൻസിന്റെ ഒരു സാധനം റിപ്ലിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഓർഗനോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെം സെല്ല് എടുത്തിട്ട് അത് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇഞ്ചെക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും.
3D ബയോ പ്രിന്റിംഗ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ബേസിക്കലി എന്താണ്, ഒരു സെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്തെടുക്കുന്നു. സോ 3D ഇട്ടിട്ട് നമ്മൾ ഒരു സെല്ല് എന്ത് ചെയ്യുന്നു, ലേയേഴ്സ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്ത് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, സോ അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് ഹെൽപ്പ് അലോയിങ് റിസർച്ച് ടു ഡ്രഗ് പെൻട്രേറ്റ് സോളിഡ് ട്യൂമേഴ്സ്, സ്കിൻസ്, ഇവിടേക്ക് എങ്ങനെയാണ് ഡ്രഗ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ 3D ബയോ പ്രിന്റിംഗിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇൻസിലിക്കോ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI സിസ്റ്റം ആണ്. AI ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രഗ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻസിലിക്കോ മോഡൽസ് ആർ ബേസിക്കലി AI ബേസ്ഡ് മോളിക്യൂൾസ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ബോഡി ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ഡാറ്റ സെറ്റ്സ് വെച്ചിട്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും, കുറെ മെഡിക്കൽ ഡാറ്റ എടുക്കും. എന്നിട്ട് ആ മെഡിക്കൽ ഡാറ്റ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, AI സിസ്റ്റത്തിനെ നമ്മൾ ലേൺ ചെയ്യിപ്പിക്കും. അതിനനുസരിച്ച് പിന്നീട് എന്ത് ചെയ്യുന്നു, ഡ്രഗിന്റെ കോമ്പോസിഷൻ കൊടുക്കുമ്പോൾ AI പറയും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ദെൻ എക്സ് വിവോ സിസ്റ്റം ഉണ്ട്. എക്സ് വിവോ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾ സർജറി ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ള സമയത്തൊക്കെ കുറച്ച് വേസ്റ്റ് ടിഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഈ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് ഹ്യൂമൻ ബോഡീന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് വളരെ ഷോർട്ട് ടൈമിലേക്ക് അതിനൊരു ലിവിങ് സിസ്റ്റം ആക്കി മാറ്റി അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പോയി, അപ്പം ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വയറ്റിൽ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ 2 കിഡ്നി കണ്ടു, ഒരു കിഡ്നിന്റെ ആവശ്യമുള്ളതെന്ന് ഡോക്ടറിന് തോന്നി, ആ കിഡ്നി എടുത്ത് പുറത്തിടുന്നു, അതിനകത്ത് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഹ്യൂമൻ ബോഡി വേസ്റ്റ്, ഫ്ലഷിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബേസിക്കലി അതിനകത്ത് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനെയാണ് ബേസിക്കലി എന്ത് പറയാ, എക്സ് വിവോ സിസ്റ്റം എന്ന് പറയാം. ഇതൊക്കെ എന്താണ്, നോൺ ആനിമൽ ടെക്നോളജി മെത്തഡോളജീസ് ആണ്. അപ്പൊ ഈ നോൺ ആനിമൽ മെത്തഡോളജീസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വേണ്ട. ഇതിനകത്ത് ആകെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇത്രേ ചോദിക്കുള്ളൂ, ഇതിനെ അറിയോ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ രീതിയിൽ ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഓർഗൻ ഓൺ എ ചിപ്പ്, ഓർഗനോയിഡ്സ് ആയിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. ബയോ പ്രിന്റിംഗ് ആൻഡ് സിലിക്കോ മോഡൽ ആൻഡ് വിവോ സിസ്റ്റം, ഇതൊന്നും വലിയൊരു ഇമ്പോർട്ടന്റ് അല്ല, വലിയ രീതിയിൽ ചോദിക്കാറില്ല. ഓർഗനോയിഡ്സ് ആയിരിക്കും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ന്യൂസിലുള്ള ആയിട്ട് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ബയോ ഫാർമ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് MSME ചാമ്പ്യൻ സെക്ടേഴ്സ് ആണ്. സോ MSME ചാമ്പ്യൻ സെക്ടർ, നമ്മൾ മാനുഫാക്ചറിംഗ് സെക്ടർ കഴിഞ്ഞു, ഇനി നമ്മൾ പോകുന്നത് MSME സെക്ടറിലേക്കാണ്. MSME സെക്ടറിലെ MSME ചാമ്പ്യൻ സെക്ടേഴ്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ MSME ചാമ്പ്യൻ സെക്ടറിൽ ബേസിക്കലി ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 1000 crore SME ഓക്കെ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഗ്രോത്ത് ഫണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സി ഇവിടെ ബേസിക്കലി ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്, തെറ്റിപ്പോയത്. സോ MSME ചാമ്പ്യൻ ഫണ്ട് ആണ്, പൈസ കൊടുക്കുന്നതാണ്. സോ ഫണ്ടിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബേസിക്കലി ഇതിന്റെ നോഡൽ മിനിസ്ട്രി ആരാണ്, ഫിനാൻസ് മിനിസ്ട്രി ആണ്, MSME മിനിസ്ട്രി അല്ല. ഇനി MSME സെക്ടറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു MSME സെക്ടർ ഈസ് ദാറ്റ് it is previous economic survey said that it is dwarfism. So what is dwarfism? It is the MSME sectors in endilla, there is no incentive to grow. MSME സെക്ടർ എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണല്ലോ. ഇവർക്ക് എന്ത് ചെയ്യാനില്ല, ഗ്രോ ചെയ്യാനുള്ള ഇൻസെന്റീവ്സ് ഇല്ല. കാരണം ഗ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവർക്ക് കൂടുതൽ ടാക്സ് കൂടും, ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഗവൺമെന്റ് റെഗുലേഷൻസ് വരും, ഇവർക്ക് കുറച്ചുകൂടി എന്താണ് ഇൻസെന്റീവ്സ് കിട്ടില്ല, സബ്സിഡി കിട്ടില്ല. അപ്പൊ ഗ്രോ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, MSME സെക്ടർ ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, ബേസിക്കലി ഗ്രോ ചെയ്യാതെ വലിയ കമ്പനികളാവാതെ ചെറിയ കമ്പനികളായിട്ട് നിൽക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ ബേസിക്കലി ചെറിയ കമ്പനികളായി പോകുന്നത്, ടാർഫിസം വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഫണ്ടിങ്ങിന്റെ പ്രോബ്ലം ആണ്. സോ ആക്സസ് ടു ഫോർമൽ ക്രെഡിറ്റ്, MSME സെക്ടറിനെ സംബന്ധിച്ചോളം ആക്സസ് ടു ഫോർമൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ എന്താണ്, ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൊളാട്രൽ വേണം. MSME സെക്ടറിന് കൊളാട്രൽ ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം ഇവരെ പുറത്തോളം എന്താണ്, ക്രെഡിറ്റ് എന്താണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞ് കൊളാട്രൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കിട്ടുക എന്നുള്ള പ്രോബ്ലം ആണ്. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ PSUസിന് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് കുറെ ഗുഡ്സ് എന്ത് ചെയ്യാറുണ്ട്. കാരണം PSUസിന് ദർ ഈസ് എ ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, സർട്ടൻ പെർസെന്റേജ് ഓഫ് അവരുടെ റോ മെറ്റീരിയൽ എവിടെ നിന്ന് മേടിക്കണം, MSME സെക്ടറിൽ നിന്ന് മേടിക്കണം. പക്ഷെ PSUs ഒന്നും ഇമ്മീഡിയറ്റ്ലി പൈസ കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ ഇന്ന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇൻവോയ്സസിന്റെ ബില്ലിന്റെ പൈസ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഇന്ന് സാധനം പ്രൊഡ്യൂസ് ചെയ്ത് 1 വർഷം കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ പൈസ കിട്ടുള്ളൂ. അവിടെ എന്ത് സംഭവിക്കും, അവിടെ ക്യാഷ് ഫ്ലോനെ MSME സെക്ടറിന്റെ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യുന്നു, ഇമ്പാക്ട് ചെയ്യുന്നു. സോ ക്യാഷ് ഫ്ലോ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ലിക്വിഡിറ്റി പ്രശ്നം വരും. അതേപോലെ തന്നെ ദേ ഡു നോട്ട് ഹാവ് ആക്സസ് ടു എക്സ്പെർട്ട്. അവരെന്ത് ചെയ്യില്ല, ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള പൈസ ഇവരിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാനും പറ്റുന്നില്ല. സോ ദീസ് ആർ ദ ഇഷ്യൂസ് വിത്ത് റെസ്പെക്ട് ബേസിക്കലി MSME സെക്ടറിന്റെ എന്താണ് ചെറുതായിരിക്കാനുള്ള ഒരു ഡാർഫിസം വരാനുള്ള റീസൺ. അപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഇവർക്ക് ഫണ്ടിങ് ഒരു പ്രോബ്ലം ആണ്. ആ ഫണ്ടിങ്ങിന്റെ പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് തുടങ്ങുന്നത്, 1000 crore SME ഗ്രോത്ത് ഫണ്ട്, സ്മോൾ മീഡിയം ഓണ്ടർപ്രണേഴ്സ് ഗ്രോത്ത് ഫണ്ട്. 1000 crore സ്മോൾ മീഡിയം ഓണ്ടർപ്രണേഴ്സ്
എന്റർപ്രൈസ് ഗ്രോത്ത് ഫണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ ഫണ്ടിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോൺ കൊടുക്കുകയല്ല ഇവർ ചെയ്യുന്നത്, പകരം എന്താണ് ഇക്വിറ്റിയാണ് ഇവർ കൊടുക്കുന്നത്. അതായത് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ പൈസ റേസ് ചെയ്യാം അല്ലെ. ഒന്ന് എന്ത് ചെയ്യാം, ബാങ്കിൽ പോവാം, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ലോൺ എടുക്കാം, ലോൺ എടുക്കണമെങ്കിൽ കൊളാട്രൽ വേണം, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ EMI അടയ്ക്കണം. സോ ഇതാണ് ബേസിക്കലി ഒരു ബാങ്കിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവും, ഫോർ എക്സാമ്പിൾ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനിന്റെ ഷെയർസ് എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യാം. ഈ ഷെയർസ് വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യും, ഫണ്ട് വരും. ഈ ഫണ്ടിന് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, EMI അടയ്ക്കേണ്ട, അതുപോലെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റിന്റെ വീതം പെർസെന്റേജ് മാത്രം കൊടുത്താൽ മതി. അപ്പം 1000 crore SME ഗ്രോത്ത് ഫണ്ട് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസില് ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലിക്വിഡിറ്റി സപ്പോർട്ടാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രണേഴ്സിന്റെ ഷെയർസ് എന്ത് ചെയ്യുന്നു, ഈ കമ്പനികൾ മേടിക്കുന്നു എന്നാണ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ആ ഷെയർസ് നമ്മൾ മേടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഫണ്ടിങ് കിട്ടുന്നു. അപ്പൊ അതിന്റെ ഗുണം എന്താണ്, 0 EMI ബേർഡൻ ആണ്. അതുപോലെ തന്നെ 100% ഓഫ് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജി അഡാപ്റ്റേഷൻ, സ്കെയിലിംഗ്, ജോബിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മറ്റേതാവുമ്പോൾ എന്താണ് പ്രശ്നം, ആ ഫണ്ടിൽ കുറച്ച് പൈസ ഇൻട്രസ്റ്റിലേക്ക് മാറ്റി വെക്കണം, ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണ്ട, ഇവിടെ കൊളാട്രൽ കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട, ഫണ്ട് മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, MSME സെക്ടറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, എടുക്കാൻ പറ്റും. അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലിന്റെ കോസ്റ്റ് കുറയും എന്നുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഫണ്ടിന്റെ ഗുണം. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡയറക്റ്റ് പോയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, MSME സെക്ടറിന് കൊടുക്കുന്ന സിസ്റ്റം അല്ല നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വെച്ചിട്ടുള്ളത്. പകരം നമ്മൾ ഈ ഫണ്ട് 1000 crores ഫണ്ട്, സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഫണ്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ മദർ ഫണ്ട്. ഓക്കെ, ഈ ഫണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് വിൽ ഇൻവെസ്റ്റ് ഇൻ ടു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് ചെയ്യും. ഓക്കെ, അതായത് വേറെ എന്താണ്, ഫോർ എക്സാമ്പിൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആയിട്ടുള്ള ഇപ്പം ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്ന ഫണ്ടായിട്ട് അവരിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഫണ്ട് എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യുന്നു, ഒരു ബേസിക്കലി ഒരു പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നു, ഈ ഫണ്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നു, ദേ വിൽ ബി ഹാവിംഗ് പ്രൊഫഷണൽസ്. ഇവരെന്ത് ചെയ്യുന്നു, ഈ കമ്പനികൾസിന്റെ MSME സെക്ടറിന്റെ എന്ത് ചെയ്യുന്നു, ഷെയർസ് മേടിക്കുന്നു. ഓക്കെ, ദീസ് പീപ്പിൾ വിൽ ബൈ ദി ഷെയർസ്. സോ ഈ ഷെയർസ് മേടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരായിരിക്കും എന്ത് ചെയ്യുക, ഫണ്ടിലേക്ക് ബേസിക്കലി SME സെക്ടറിലേക്ക് എന്ത് ചെയ്യുക, ഫണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ടല്ല ഗവൺമെന്റ് ചെയ്യുക. എങ്ങനെയാണ് ഫണ്ട് കൊടുക്കുക, ഇവരെന്ത് ചെയ്യുന്നു, മദർ ഫണ്ട് ആയിട്ടാണ് ഈ ഫണ്ട് വരിക. എന്ത് ചെയ്യുന്നു, ഈ ഗ്രോത്ത് ഫണ്ട് ഇവർക്ക് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രകാരം ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് പോലെ ഒരു പ്രൊഫഷണൽസിനാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിരിക്കും. ആ പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നു, ആ പൈസ ബേസിക്കലി MSME സെക്ടറിന് കൊടുക്കുന്നു. ഗുണം എന്താണ്, ഇവിടെ EMI അടയ്ക്കേണ്ട, ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട, എന്ത് ചെയ്താൽ മതി, ഷെയർസ് ലിക്വിഡേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ വലിയ പെർസെന്റേജ് ഷെയർ ഒന്നും ഇവർ മേടിക്കില്ല. അവർ അതിനനുസരിച്ച് എന്താണ്, കുറച്ച് ഇൻസെന്റീവ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ബേസിക്കലി ഷെയർസ് മേടിക്കുക. അതേപോലെ തന്നെ കമ്പനി എന്ത് ചെയ്യും, മുന്നോട്ട് ഗ്രോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ദി ഗവൺമെന്റ് അനൗൺസ്മെന്റ് പോളിസി. അനദർ അപ്രോച്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഗവൺമെന്റ്, ഞാൻ പറഞ്ഞു ഒരു സാധനം എന്തായിരുന്നു, ക്രെഡിറ്റ് ഇല്ലാത്തത് കാര്യം. സോ ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്തത്, MSME ഗ്രോത്ത് ഫണ്ട്, SME ഗ്രോത്ത് ഫണ്ട് കൊടുത്തത്. SME ഗ്രോത്ത് ഫണ്ട് ഈസ് ഫോർ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഇല്ലാത്തതിന് പകരം, പൈസ ഇല്ലാത്തതിന് പകരം എന്ത് കൊടുത്തു, ഇക്വിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. ഇവിടെ എന്താണ്, ഷെയർ മേടിച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത്, കടമായിട്ടല്ല പൈസ കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രശ്നം എന്താണ്, റിസീവബിൾ കിട്ടാനുണ്ട്. എവിടുന്നാണ് കിട്ടാനുള്ളത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കുന്ന റിസീവബിൾ കിട്ടാനുണ്ട്. ഫോർ ദാറ്റ് ഗവൺമെന്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓൾഡ് സ്കീം, ബട്ട് ദർ ആർ സർട്ടൻ ചേഞ്ചസ്. എന്ത് ചെയ്തു, ഗവൺമെന്റ് കുറച്ച് ചേഞ്ചസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ന്യൂസിൽ വരാൻ കാരണം. ഇപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ ബജറ്റിൽ അനൗൺസ് ചെയ്തു ട്രെഡ്സ് പ്ലാറ്റ്ഫോം. ഓക്കെ, ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ട് പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യുന്നു, അനൗൺസ് ചെയ്യുന്നു. ഇനി എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് റിസീവബിൾ പ്ലാറ്റ്ഫോം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കിയിട്ട് വരാം. ബേസിക്കലി ട്രേഡ് റിസീവബിൾ പ്ലാറ്റ്ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ MSME സെക്ടർ ഉണ്ടെന്ന് വരും. ഒരു MSME സെക്ടർ ഇവരെന്ത് ചെയ്യുന്നു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിന് അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിന് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഗുഡ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഒരു ഗുഡ്സ് സെല് ചെയ്തു, അതിന് പകരം ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ലെറ്റ്സ് സേ ദാറ്റ് 500 crore ഒരു ഗുഡ്സ് ആണ് ഇവർ ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കാം. പക്ഷെ ഇൻവോയ്സസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിയൻസ് എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ 6 months കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ പൈസ കൊടുക്കുക. സോ ദർ ഇസ് എ റിസീവബിൾ. ഇവരിപ്പോ എന്ത് ചെയ്യണം, MSME സെക്ടറിന് ആര് പൈസ കൊടുക്കാനുണ്ട്, 5000 കോടി സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ത് ചെയ്യാനുണ്ട്, 500 കോടി കൊടുക്കാനുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ റിസീവബിൾ. അപ്പൊ ഈ പൈസ ഇവർക്ക് ഇപ്പൊ കിട്ടുമോ, ഇല്ല, 1 year കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. സോ വാട്ട് ദേ ക്യാൻ ഡു അണ്ടർ ട്രെഡ്സ് പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. സോ അതിനകത്ത് എന്തുണ്ടാവും, ഈ PSEs ഉണ്ടാവും, MSME സെക്ടേഴ്സ് ഉണ്ടാവും, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവും. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം.
ഈ ട്രേഡ് റെസീവബിൾ ഈ 500 കോടി എന്ത് ചെയ്യാം, ഈ ട്രേഡ് റെസീവബിൾ ഇവർക്ക് എന്ത് ചെയ്യാം, MSME സെക്ടറിന് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാം. ഇൻസ്റ്റഡ് ഈ 500 കോടി ഇവർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ MSME സെക്ടറിന് ഇമ്മീഡിയറ്റ്ലി ലെറ്റ്സ് സേ ദാറ്റ് ഫോർ എക്സാമ്പിൾ 499 കോടി എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, MSME സെക്ടറിന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ MSME സെക്ടറിനുള്ള ഗുണം എന്താണ്, ഇമ്മീഡിയറ്റ്ലി തന്നെ പൈസ കിട്ടുന്നു. പക്ഷെ ബാങ്കിനുള്ള ഗുണം എന്താണ്, ഒരു വർഷം കഴിയുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഈ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ നിന്ന് 500 കോടി മേടിക്കുന്നു. സോ 1 crore ഇവർക്ക് എന്ത് ചെയ്യും, അതിന്റെ നെറ്റ് ലാഭമായിട്ട് കിട്ടും. ഓക്കെ, സോ ഈ റെസീവബിൾ എന്ത് ചെയ്യുന്നു, ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കളക്റ്റീവ് ആക്കി മാറ്റിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പം MSME സെക്ടറിന്റെ ഗുണം എന്താണ്, MSME സെക്ടറിന് പെട്ടെന്ന് തന്നെ ലിക്വിഡിറ്റി ക്രൈസിസ് മാറും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സിസ്റ്റം ട്രെഡ് റെസീവബിൾ എന്ത് ചെയ്യുന്നത്, ട്രെഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ബേസിക്കലി ട്രേഡ് റെസീവബിൾ ഇനി 2026 ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെഡ്സ്, അതായത് ട്രേഡ് റെസീവബിൾ ആൻഡ് ഡിസ്കൗണ്ട് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ഇറ്റ് ബിക്കം മാൻഡേറ്ററി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാൻഡേറ്ററി. പണ്ടേ ഉണ്ട് ട്രെഡ് സിസ്റ്റം, പക്ഷെ 2026-27 ബഡ്ജറ്റ് എന്ത് ചെയ്തു, ഇനി സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ത് ചെയ്യണം, ഈ ട്രെഡ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, മാൻഡേറ്ററി ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിനെ എന്തുമായി, ഈ ട്രെഡ് സിസ്റ്റത്തിനെ എന്തുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഗവൺമെന്റിന്റെ പർച്ചേസസും എന്താണ്, ഈ നമ്മൾ MSME സെക്ടറിൽ നിന്ന് എന്ത് ചെയ്യണം, 30% പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസസും അതേപോലെ തന്നെ സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട്. പണ്ട് എന്താണ്, ചോയ്സ് ആയിരുന്നു. ഇപ്പൊ സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ബൈ മാൻഡേറ്ററി പ്രൊവിഷൻ ദേ നീഡ് ടു രജിസ്റ്റർ അണ്ടർ ട്രെഡ്സ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്ത് ചെയ്യണം, ഇവര് ആ പൈസ അങ്ങോട്ട് ബേസിക്കലി ട്രെഡ്സിന്റെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ MSMEക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഈ പൈസ ആർക്ക് കൊടുക്കാം, വേണമെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറുമായിട്ട് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ആ പൈസ പെട്ടെന്ന് കിട്ടും. പിന്നീട് ഫിനാൻഷ്യൽ സെക്ടർ എന്ത് ചെയ്യും, ആ കമ്പനിയിൽ നിന്ന് ലേറ്റർ ആ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യാം, മേടിച്ച് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ട്രെഡ്സ് മാനേജ് ചെയ്യുന്നത് ആരാന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ട്രെഡ്സ് മാനേജ് ചെയ്യുന്ന ആരാണ്, RBI റെഗുലേറ്റർ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആണ് ബേസിക്കലി ട്രെഡ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ അത് എന്ത് ചെയ്യരുത്, ഒരു ക്യാച്ച് പോയിന്റ് ആണ്, വിട്ടുപോകരുത്. RBI ആണ് എന്ത് ചെയ്യുന്നത്, ട്രെഡ്സ് നിങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താ ഇവിടെ ചെയ്യുന്നത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ബാങ്ക്സ് ആൻഡ് NBFC bid to verified MSME invoice, paying the MSME immediately at the discount and collecting the full amount from the buyer later. ഓക്കെ, ആദ്യം എന്ത് ചെയ്യും, മൊത്തം പൈസയും കൊടുക്കും, എന്നിട്ട് ബയ്യറിന്റെ ആ ട്രെഡ്സ് ആരാണോ ട്രെഡ്സ് ഇഷ്യൂ, ട്രെഡ്സ് മീൻസ് ഫോർ എക്സാമ്പിൾ ആരാണോ റെസീവബിൾ തരാനുള്ളത്, അവരെ എന്ത് ചെയ്യുന്നു, ബാക്കി പൈസ ഇവര് മേടിക്കുന്നു. ഓക്കെ, സോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പൈസ കൊടുക്കാൻ പറ്റും. ട്രെഡ്സിന് എന്ത് ചെയ്യും, MSE റെസീവബിൾ ഏർലി പേയ്മെന്റ് ഇൻവോയ്സസ് ഡേറ്റ് പെട്ടെന്ന് കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് കേട്ടോ, ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ പ്രൊലോങ്ഡ് ബഡ്ജറ്റ് 2020 മാൻഡേറ്റ് പെർമനന്റ് സോൾവ് ഡിലേഡ് പേയ്മെന്റ് ക്രൈസിസ് മാറ്റാൻ വേണ്ടിയിട്ട് 1 is മാൻഡേറ്ററി ആക്കി. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ട്രാൻസാക്ഷൻ എന്താണ്, മാൻഡേറ്ററി ആക്കി. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി വയ CGATMs, ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റ് ട്രസ്റ്റ് MSME, അതിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കണ്ട. സോ ഇതെന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇൻ കേസ് നിങ്ങൾ ആലോചിക്കുക, അതായത് ബാങ്കിന് ഇവിടെ ഒരു റിസ്ക് ഉണ്ട്. എന്താ റിസ്ക്, ഈ കമ്പനി എന്ത് ചെയ്തു, 500 കോടിന്റെ ഇൻവോയ്സസ് ഇഷ്യൂ ചെയ്തു MSME സെക്ടറിന്. MSME സെക്ടർ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ സെക്ടറിൽ എന്ത് ചെയ്തു, ഈ 500 കോടിക്ക് ഇവർക്ക് ഡിസ്കൗണ്ട് ചെയ്തപ്പം ഇവർക്ക് 499 കോടി ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എവിടുന്ന് പൈസ കിട്ടാനുണ്ട്, ഈ സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. ഈ സെൻട്രൽ പബ്ലിക് യൂണിറ്റ് പൈസ കൊടുക്കുന്നുള്ളതിൽ എന്താ ഉറപ്പ്, ഇവർ കൊടുത്തില്ലെങ്കിൽ ബാങ്കിന്റെ നിന്ന് പൈസ പോകില്ലേ. അപ്പൊ പിന്നെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ എന്ത് ഇൻസെന്റീവാ ഉള്ളത്. അപ്പൊ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. അതാണ് ബേസിക്കലി ക്രെഡിറ്റ് ഗ്യാരണ്ടി ബൈ CGTMSE. CGT സെൻട്രൽ ഗവൺമെന്റ് ട്രസ്റ്റ് മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ആണ്, അതിന്റെ ഫുൾ ഫോം പഠിക്കേണ്ട. സോ ഒരു പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി, അതിന്റെ പകുതി പൈസ പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ആര് കൊടുക്കും, ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കുറച്ചുകൂടി സേഫ്റ്റി ആണ്. കാരണം എന്താണ്, പകുതി അതിന്റെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ആരായി നിൽക്കുന്നുണ്ട്, ഗവൺമെന്റ് അതിന്റെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇന്റഗ്രേറ്റഡ് ടു ഈ മാർക്കറ്റ് പ്ലേസ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് പ്ലേസിലായിട്ട് ഈ മാർക്കറ്റ് പ്ലേസുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊക്യൂർമെന്റ് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി നടക്കാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൊടുക്കുന്ന ആളുകളെയും ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാക്കി മാറ്റും. ഇനി അതേപോലെ തന്നെ ഒരു സിസ്റ്റം ആണ് ബേസിക്കലി അസറ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ റെസീവബിൾ കിട്ടി, ഇങ്ങനെ ഒരു 10 കമ്പനിയുടെ റെസീവബിൾ കിട്ടിയെന്ന് വിചാരിക്കാം. ഇതിനെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു അസറ്റ് ആക്കി മാറ്റിയിട്ട് ഈ അസറ്റും എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പോലെ വിൽക്കാൻ പറ്റും. അപ്പൊ അതും ആ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് പൈസ ഉണ്ടാക്കാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്റെ എന്താണ്, എന്റെ ഒരു 1000 കോടി കിട്ടാനുണ്ട്. ഈ 1000 കോടി 10 ഷെയർ ആക്കിയിട്ട് എനിക്ക് 10 ആളുകൾക്ക് വിൽക്കാം. അപ്പൊ പൈസ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് അത് തിരിച്ചു കൊടുക്കും. എന്റെ സംഭവം എന്താണ്, എനിക്ക് ഇപ്പൊ തന്നെ ആ പൈസ കിട്ടുകയും ചെയ്യും. സോ അസറ്റ് ബേസ്ഡ് സെക്യൂരിറ്റി
ബ്ലോക്സ് ആക്കി എനിക്ക് ഇത് മാറ്റി എനിക്ക് വിൽക്കാനും പറ്റും. ഓൾട്ടർനേറ്റീവ് ഈ മ്യൂച്വൽ ഫണ്ട് ഒക്കെ പോലെ ഇതിനെ മാറ്റാനും കമ്പനികൾക്ക് പറ്റും. ഓക്കെ, ഇതാണ് ട്രെഡ്സ് പ്ലാറ്റ്ഫോം. സപ്ലയർ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ദിസ് ഈസ് ദ പ്ലാറ്റ്ഫോം. പേയ്മെന്റ് കിട്ടാനുണ്ട്. പേയ്മെന്റ് കിട്ടാനുള്ളതിന് എന്ത് ചെയ്യുന്നു, ഈ ഇൻവോയ്സസിന് പൈസ വേണമെന്ന് പറയുന്നു. പൈസ ഇവർക്ക് തിരിച്ചു കിട്ടുന്നു. ഈ പൈസ ഇവർക്ക് കിട്ടാനുള്ള പൈസ ഇവർ എന്ത് ചെയ്യുന്നു, പിന്നീട് ഇവരെ നിന്ന് തിരിച്ച് മേടിച്ചെടുക്കുന്നു. ദിസ് ഈസ് ട്രെഡ് പ്ലാറ്റ്ഫോമിന്റെ വർക്കിംഗ്. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ട്രെഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രൊഫഷണൽ സപ്പോർട്ട് ഞാൻ പറഞ്ഞു. ഇവർക്ക് എന്തില്ല, TA-മാര്, അതുപോലെ തന്നെ CS, CA, കോസ്റ്റ് അക്കൗണ്ടന്റ്, ഇങ്ങനെയുള്ള ആളുകളോടൊന്നും ഇവർക്ക് ആക്സസ് ഇല്ല. അതിനുള്ള പൈസ ഇവരില്ല. അപ്പൊ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കോർപ്പറേറ്റ് മിത്രാസ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോർപ്പറേറ്റ് മിത്രാസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടയർ 2 ആൻഡ് ടയർ 3 ടൗൺസിലാണ്. ടയർ 1 ടൗൺ, അതായത് മെട്രോ സിറ്റിയിലും ടയർ 1-ലൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഇത് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ടയർ 2ഉം ടയർ 3 സിറ്റീസിലും എന്തല്ല ഇത് അവൈലബിൾ ആയിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, കോർപ്പറേറ്റ് മിത്രാസിന് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ കോർപ്പറേറ്റ് മിത്രാസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ പാരാ പ്രൊഫഷണൽസ് ആണ്. വിൽ ഹെൽപ്പ് MSME ടു മീറ്റ് കംപ്ലയൻസ് റിക്വയർമെന്റ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. ചെറിയ പൈസക്ക് എന്ത് ചെയ്യും, ഈ CA-മാര്, CS-മാര് ഇവരെയൊക്കെ ആക്സസിബിലിറ്റി കിട്ടും. ഇത് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ടാണോ CA-കാരെ കൊടുക്കുന്നത്? അല്ല. ഗവൺമെന്റ് ഇതെന്താ ചെയ്യുന്നത്, ഗവൺമെന്റ് ഇതെന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഈസ് അസോസിയേറ്റിംഗ് വിത്ത് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിംഗ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിംഗ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി, ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. സോ ഇവരെന്ത് ചെയ്യുന്നു, കുറച്ച് ആളുകളെ എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ CA-മാരെയും, ഇനി ഗവൺമെന്റ് നിങ്ങൾ CA-കാര് CS ആണെങ്കിൽ ഗവൺമെന്റ് അപ്ലൈ ചെയ്യേണ്ട, ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഈസ് കൊളാബറേറ്റിംഗ് വിത്ത് ദിസ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ്, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി, ഇവരുമായിട്ട് എന്ത് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്തിട്ട് ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ട്രെയിൻ ചെയ്ത് ഈ പ്രൊഫഷണൽസിനെ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. സോ ഫെസിലിറ്റേറ്റഡ് ത്രൂ ദ 3 അപെക്സ് ബോഡി, IC, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, കമ്പനി സെക്രട്ടറി, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആയിട്ട് എന്ത് ചെയ്യുന്നു. ഗവൺമെന്റ് വിൽ നോട്ട് ഡയറക്ട്ലി ഹയർ ദീസ് മിത്രാസ്. ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മിത്രാസിനെ ഹയർ ചെയ്യുന്നില്ല. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ടീംസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോർപ്പറേറ്റ് മിത്രാസ്. സോ MSME സെക്ടറിന് വേണ്ടി എന്തൊക്കെയുണ്ട്, MSME ഫണ്ട്. ഓക്കെ, SME ഫണ്ടിന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അവിടെ എന്താണ് കൊടുക്കുക, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. അതെന്ത് ചെയ്യുന്നു, മദർ ആൻഡ് ഡോക്ടർ ഫണ്ട് പോലെയാണ്. ഇവരെന്ത് ചെയ്യുന്നു, ഈ ഫണ്ട് മേടിച്ചിട്ട് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇവര് ഷെയർസ് മേടിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇക്വിറ്റിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ബേസിക്കലി ട്രെഡ്സ്. ഓക്കെ, ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ട് പ്ലാറ്റ്ഫോം. ഇതെന്താണ്, ഇപ്പം സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് ട്രെഡ്സിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് എന്താണ്, മാൻഡേറ്ററി ആണ്. ഓക്കെ, ട്രെഡ്സിന്റെ ഗുണം എന്താണ്, നമുക്ക് ബേസിക്കലി ക്യാഷ് ഫ്ലോ പെട്ടെന്ന് കിട്ടും. MSME സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ ഡിസ്കൗണ്ട് റേറ്റിൽ പെട്ടെന്ന് തന്നെ പൈസ ആ റെസീവബിളിന് എന്താക്കാൻ പറ്റും, പൈസയാക്കാൻ പറ്റും. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അസറ്റ്സ് ബാക്കിംഗ് ആയിട്ടുള്ള ഇതാക്കിയിട്ട് അതിനെ വീണ്ടും എടുത്ത് വിൽക്കാനും പറ്റും. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഡ്യൂ ഡേറ്റിൽ ഈ കമ്പനി എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം. ഓക്കെ, ദെൻ കോർപ്പറേറ്റ് മിത്രാസ് എന്തിനാണ്, ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിൽ CA, CMA ഇങ്ങനെയുള്ള ആളുകളുടെ ആക്സസ് എന്ത് ചെയ്യണം, MSME സെക്ടേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ സ്കീം ഉള്ളത്. ഇത്രയും കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, വേറൊന്നും ചെയ്യാനില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക മാക്സിമം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി പറയുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫാക്ട്സ് ആകുമ്പോൾ കുറെ സാധനങ്ങൾ മറന്നു. സോ ഒരു തവണ കൂടി നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർമ്മ കിട്ടും. അപ്പൊ നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ഇമ്മീഡിയറ്റ്ലി തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു തവണ കൂടി വായിക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണോ ഇതുവരെ ഉള്ളത്? Next is National Fiber Scheme. National Fiber Scheme basically okay, National Fiber Scheme basically എന്താണ്, ടെക്സ്റ്റൈൽസിന് വേണ്ടിയുള്ള സ്കീമാണ്. സോ ഗവൺമെന്റിന്റെ ഉദ്ദേശം, ഗവൺമെന്റ് ഈസ് അറ്റ് പ്രസന്റ് ഈസ് ആക്ടിവ്ലി പ്രൊമോട്ടിംഗ് വാട്ട്, ഫാം ടു ഫാഷൻ. Okay, government is actively promoting farm to fashion or farm to fabric, whatever it is. Okay, so farm to fashion or farm to fabric. Okay, so basically നാഷണൽ ഫൈബർ സ്കീം വരുന്നത് എന്താണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് എന്താണ് എന്ത് ചെയ്യുക, ബേസിക്കലി ഇത് വരിക. സോ ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് ഇന്റഗ്രേറ്റഡ് സ്കീമാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റൈൽസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊരു ഓവറോൾ എന്താണ്, എല്ലാ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനെയും എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് വരുന്ന ഒരു ഓവറോൾ സ്കീമാണ്. കാരണം ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹൈലി ലേബർ ഇന്റൻസീവ് ആയ സെക്ടറാണ്. ഇറ്റ് വിൽ ഗിവ് ലോട്ട് ഓഫ് ജോബ്സ്. അപ്പം ഇവിടെ ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു ബ്രിങ് ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫൈബേഴ്സ് അണ്ടർ വൺ സ്കീം. ഇവിടെ എന്തൊക്കെയുണ്ട് ഈ നാഷണൽ ഫൈബറിൽ?
മാൻമെയ്ഡ് ഫൈബറും വരും, അതേപോലെ തന്നെ എന്തും വരും, നാച്ചുറൽ ഫൈബേഴ്സും വരും. ഫോർ എക്സാമ്പിൾ കോട്ടൺ, അതേപോലെ തന്നെ പോളിസ്റ്റർ. പോളിസ്റ്റർ എന്താണ്? മാൻമെയ്ഡ് ആണ് അല്ലെ. അപ്പൊ കോട്ടൺ, സിൽക്ക്, വൂള്, പോളിസ്റ്റർ, അതേപോലെ തന്നെ ടെക്നിക്കൽ ഫൈബേഴ്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ ഫൈബർ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഉദ്ദേശം എന്താണ്? ടെക്സ്റ്റൈൽ സെക്ടറിൽ എന്ത് ചെയ്യണം? ആത്മനിർഭർ ഭാരത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ബേസിക്കലി റോ മെറ്റീരിയൽസ് ഇവിടെ സ്കീമിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ ഫൈബർ ആണ്. സിൽക്ക്, വൂള്, ജൂട്ട്, മാൻമെയ്ഡ് ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്, ഗ്ലോബൽ ഫാസ്റ്റ് ഫാഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഏജ് ഫൈബേഴ്സ്. എന്താണ് ന്യൂ ഏജ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്? ന്യൂ ഏജ് ഫൈബേഴ്സ് എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ ഫൈബേഴ്സ്. ഫോർ എക്സാമ്പിൾ എന്താണ്? ബേസിക്കലി ഡിഫൻസിൽ ഉപയോഗിക്കുന്ന, മെഡിക്കലിൽ ഉപയോഗിക്കുന്ന ഗിയർ, ആക്റ്റീവ് വെയർ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഫൈബേഴ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കാറിന്റെ സീറ്റ് ബെൽറ്റ്. കാറിന്റെ സീറ്റ് ബെൽറ്റ് എന്താണ്? ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഫൈബേഴ്സ് ആണ് അല്ലെ. സോ ഇതെന്താണ്? ബേസിക്കലി ടെക്നിക്കൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ ന്യൂ ഏജ് ഫൈബേഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ കമ്പനി ഇതിന്റെയൊക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഭയങ്കര ഹീറ്റ് ആവുന്ന പൈപ്പിന്റെ ഒക്കെ ഉള്ളിൽ, മെഷീൻസിനുള്ളിലൊക്കെ ഇങ്ങനെ ഒരു കോട്ടൺ അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ച, ഒരു ഫൈബർ അതിനകത്ത് ഇങ്ങനെ തുണി ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അതെന്താണ്? ബേസിക്കലി ടെക്നിക്കൽ ഫൈബേഴ്സ് ആണ്. അപ്പൊ ഈ സ്കീം എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? മാൻമെയ്ഡ് ഫൈബേഴ്സ്, നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് ടെക്നിക്കൽ ഫൈബേഴ്സ്. അറ്റ് പ്രസന്റ് ഇന്ത്യയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെക്ടർ ഈസ് ഹൈലി ഡിപ്പെൻഡഡ് ഓൺ കോട്ടൺ സെക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഗ്ലോബലി പക്ഷെ എന്താണ് ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഗ്ലോബലി മാൻമെയ്ഡ് ഫൈബേഴ്സിനാണ് പോകുന്നത്. പക്ഷെ ഇന്ത്യ സ്റ്റിൽ ഫോക്കസിങ് ഓൺ കോട്ടൺ സെക്ടേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മാൻമെയ്ഡ് ഫൈബറിലേക്ക് എന്ത് ചെയ്യണം? അതിലേക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഓൾസോ നീഡ് ടു ഗോ ടു മാൻമെയ്ഡ് ഫൈബേഴ്സിലേക്ക് പോകണം എന്നുള്ളതാണ്. ഓക്കെ, സോ ന്യൂ ഏജ് ഫൈബേഴ്സ്, ടെക്നിക്കൽ ഫൈബേഴ്സ് ഒക്കെയാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഉണ്ടാക്കുക, ഇമ്പോർട്ടൻസ് ഡിപ്പെൻഡൻസി എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം എക്സ്പോർട്ട് പോകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് നമ്മളിപ്പോൾ ഒരുപാട് കൺട്രീസുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹൈ ക്വാളിറ്റി ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? UK, യൂറോപ്യൻ യൂണിയനിലൊക്കെ ഹൈ ക്വാളിറ്റി ഫൈബേഴ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, മെഷീൻസ് മോഡേണൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കീം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഗ്ലോബൽ ക്യാച്ചപ്പ്. ബേസിക്കലി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമ്മൾ ഇതിനകത്ത് നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് എന്തൊരു ഈ നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രീസ് എന്താണ്? സ്മോൾ ആണ്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഗ്ലോബൽ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയിൽ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാകുന്നതാണ് ഒരു ഉദ്ദേശം. അടുത്ത മേജർ ഇമ്പോർട്ടൻറ്റ് സ്കീം ടെക്സ്റ്റൈലുമായി ബന്ധപ്പെടുന്നതാണ് ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ എംപ്ലോയ്മെന്റ് സ്കീം. ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ എംപ്ലോയ്മെന്റ് സ്കീമിൽ ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാനും എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ സ്കീം ഉള്ളത്. ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ എംപ്ലോയ്മെന്റ്. ഇവരിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ ടെക്സ്റ്റൈൽ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ കൾച്ചറിൽ ക്ലസ്റ്റർ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ കാഞ്ചീപുരം, സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ആര് കൊടുക്കും? ഗവൺമെന്റ് ഇവിടെ ഇൻസെന്റീവ്സ് കൊടുക്കും. ഓക്കെ, സോ വീവിംഗ് ടെക്നോളജീസ് ഒക്കെ മേടിക്കാൻ, പുതിയ മെഷീനറീസ് ഒക്കെ മേടിക്കാൻ വേണ്ടി അണ്ടർ ദി സ്കീംസ് ക്ലസ്റ്റേഴ്സിൽ എന്ത് ചെയ്യും? മെക്കനൈസേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി ഫണ്ട് കൊടുക്കും. ഓക്കെ, അതാണ് ആ സ്കീം. രണ്ടാം സ്കീം ടെക്സ് എക്കോസ് ഇനിഷ്യേറ്റീവ്. ടെക്സ് എക്കോ ഇനിഷ്യേറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺസും എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക്കും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവര് സ്വീകരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയൻ. സോ ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽസിനെ എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആക്കി എന്താണ് സീറോ എമിഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡൈ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് വാട്ടറിലേക്ക് പോകും. അപ്പൊ അവിടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല. ഇങ്ങനെ സീറോ എമിഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രീസിനെ മാറ്റുന്ന ഒരു സർക്കുലർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീനെ ക്ലീൻ ഇൻഡസ്ട്രി ആക്കി മാറ്റുക എന്നുള്ളതാണ് ടെക്സ് എക്കോ ഇനിഷ്യേറ്റീവിന്റെ പ്രത്യേകത. ഓക്കെ, സോ ഗവൺമെന്റ് പറയുന്നത് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആൻഡ് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഇൻ ഇന്ത്യ. ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണം? ഡെവലപ്ഡ് കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. നമ്മൾ എങ്ങനത്തെ സാധനവും നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസ് എന്താണ്? ദർ ആർ എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സ്കീം എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ക്ലീനർ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഹെൽപ്പിംഗ് MSME ടു മീറ്റ് ഇന്റർനാഷണൽ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ് ടു ഗ്രീൻ മാർക്കറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Samarth 2.0. Samarth basically is an old scheme. There was a 1.0. So 2.0 എന്താണ്? സ്കില്ലിംഗ് ആണ്. സോ ബേസിക്കലി ആണ് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ, യൂത്തിനെയും വിമണിനെയും സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ ടെക്സ്റ്റൈൽ എന്ത് ചെയ്യുന്നു? ബേസിക്കലി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കില്ലിംഗ് ചെയ്യാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. സോ സ്കില്ലിംഗ് ഓഫ് ടെക്സ്റ്റൈൽ സെക്ടർ ആണ് സമർത്ഥ എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് ടെക്സ്റ്റൈൽ സെക്ടറുമായിട്ട് ബജറ്റിൽ പറഞ്ഞിട്ടുള്ള സ്കീം. സോ ആ സ്കീമുകളെല്ലാം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്കീം നാഷണൽ ഫൈബർ സ്കീമാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാം ഉണ്ട്, ഹോളിസ്റ്റിക് ആണെന്നുള്ള കാര്യം മറന്നു പോകുന്നത്. നാഷണൽ ഫൈബർ സ്കീം ക്ലിയർ ആണോ? അടുത്തതായിട്ട് വരുന്നതാണ് നാഷണൽ കണ്ടെയ്നർ മിഷൻ. ഈ നാഷണൽ കണ്ടെയ്നർ മിഷന്റെ വേറൊരു പേരാണ് ബേസിക്കലി കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം. ഓക്കെ, സോ നാഷണൽ മിഷൻ ഓഫ് കണ്ടെയ്നർ
നാഷണൽ കണ്ടെയ്നർ മിഷൻ, വെരി ഇമ്പോർട്ടന്റ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം എന്നാണ് വിളിക്കുന്നത്. 10,000 കോടിയാണ് ബേസിക്കലി 5 വർഷം പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിൽ ബജറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ബജറ്റ് ഔട്ട്ലേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അറ്റ് പ്രസന്റ് കണ്ടെയ്നറിനകത്തുള്ള നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടെയ്നർ സെക്ടറിൽ വി ആർ ലാർജ്ലി ഡിപെൻഡന്റ് ഓൺ ചൈന. ഐ തിങ്ക് വി ആർ ഡിപെൻഡന്റ് ഓൺ എവറിത്തിങ് ഓൺ ചൈന. പക്ഷെ അതുകൊണ്ട് എടുത്തു പറയേണ്ടതില്ല. സോ സ്വാഭാവികമായിട്ട് എന്താണ്, വി ആർ ആക്ച്വലി ഡിപെൻഡന്റ് ഓൺ ചൈന വിത്ത് റെസ്പെക്ട് ടു കണ്ടെയ്നർ. സോ അതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഭയങ്കര കൂടുതലാണ് കണ്ടെയ്നർ മേടിക്കാൻ വേണ്ടിയിട്ട്. രണ്ട്, നമ്മൾ വെറുതെ ഈ കണ്ടെയ്നർ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ദർ ആർ ഫോറക്സ് ഔട്ട്ഫ്ലോ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ആയി പോകുന്നു. വെറുതെ കണ്ടെയ്നർ മേടിച്ച് നമ്മൾ പൈസ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് കൂടുന്നു, കോസ്റ്റ് എന്താണ് കൂടുതലാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കലി കണ്ടെയ്നർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ കണ്ടെയ്നർ മിഷൻ എന്ന് പറയുന്ന കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, എ ഗ്ലോബലി കോമ്പറ്റേറ്റീവ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് എക്കോ സിസ്റ്റം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു. നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഓഫ് 1 million 20 feet ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ്സ് എന്ത് ചെയ്യണം, ആനുവലി ഓവർ ദി നെക്സ്റ്റ് ഡെക്കേഡ് ഉണ്ടാക്കണം. 1 million എന്ത് ചെയ്യണം, കണ്ടെയ്നർ ഉണ്ടാക്കണം എന്ന് ഓർത്താൽ മതി. 1 million കണ്ടെയ്നർ 20 ഫുട്ടിന്റെ വലിപ്പം വരുന്ന ബേസിക്കലി എന്താണ്, 1 million കണ്ടെയ്നേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം ബൈ ആനുവലി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ബൈ നെക്സ്റ്റ് ഡെക്കേഡ് ആകുമ്പോഴേക്കും പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ മിഷന്റെ ടാർഗറ്റ്. ഓക്കെ, സോ എന്തിനാണ്, ചൈനയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുക, പ്രൈസ് വോൾട്ടാലിറ്റി കുറയ്ക്കുക, അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി ഫോറക്സ് റിസർവ് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതേപോലെ ഈ സ്കീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട് ജോബ്സ് 3,000 ഡയറക്ട് ജോബ്സും 50,000 ഇൻഡയറക്ട് ജോബ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിനകത്ത് മേജർ ഇമ്പോർട്ടന്റ് എന്താണ്, ബേസിക്കലി കണ്ടെയ്നർ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഫോറക്സ് റിസർവ് സേവ് ചെയ്യാൻ പറ്റും എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് പോയി തെറ്റിടരുത്. എന്താണ്, കണ്ടെയ്നർ മിഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറക്സ് റിസർവ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഗവൺമെന്റ് ബജറ്റിൽ എടുത്തു പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പൊ ചിലപ്പോൾ സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ അതില്ല എന്നൊക്കെ തോന്നും. ഇനി അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ ഗവൺമെന്റ് ഈസ് അനൗൺസ്ഡ് ബേസിക്കലി ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ആണ്. പുതിയ 7 ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ആണ് ബേസിക്കലി അനൗൺസ് ചെയ്തത്. 4,000 കിലോമീറ്റേഴ്സോളം എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽ കോറിഡോർസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റെയിൽ കോറിഡോർ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ ബേസിക്കലി കോറിഡോറിൽ നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുംബൈ ടു പൂനെ, പൂനെ ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, ഹൈദരാബാദ് ടു ചെന്നൈ, ചെന്നൈ ടു ബാംഗ്ലൂർ, ഇതാണ് ബേസിക്കലി അനൗൺസ് ചെയ്തിട്ടുള്ള ബേസിക്കലി എന്താണ് കോറിഡോർ. ദെൻ 2 നോർത്ത് ഈസ്റ്റേൺ കോറിഡോർ ഉണ്ട്, ഡൽഹി ടു വാരണാസി, വാരണാസി ടു സിലിഗുരി. ഓക്കെ, പട്ന, UP, ബീഹാർ, നോർത്ത് വെസ്റ്റ് ബംഗാൾ ഒക്കെ കണക്ട് ചെയ്യുന്നു. സോ ഇങ്ങനെ 7 കോറിഡോർസ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സിറ്റീസ് നിങ്ങൾ മാപ്പിൽ പോയിട്ട് മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കൃത്യ ലൊക്കേഷനിൽ തന്നെ മാപ്പ് ചെയ്യുക. നോർത്ത് സൗത്ത് സിറ്റി എന്ന് ചെയ്യുന്നു ബേസിക്കലി ഇതിന്റെ ഓർഡർ നോക്കി നോക്കി എങ്ങനെയാണ് സിറ്റീസിന്റെ ഒരു അറേഞ്ച്മെന്റ്. മുംബൈ, പൂനെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ബാംഗ്ലൂർ ഓൾറെഡി പറഞ്ഞു, ദെൻ വാരണാസി, സിലിഗുരി, ഡൽഹി, വാരണാസി. ഇതിന്റെ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. UPSC മൈറ്റ് ആസ്ക് എന്താണ് ബേസിക്കലി ഇത് എങ്ങനെയാണ് നിങ്ങൾ നോർത്ത് സൗത്ത് വേണേ അറേഞ്ച് ചെയ്യാം, ഈസ്റ്റ് വെസ്റ്റ് വേണേ ചോദിക്കാം. അതല്ലെങ്കിൽ UPSC എന്ത് ചെയ്യും, ഇത് തമ്മിലുള്ള കണക്ഷൻ, ഫോർ എക്സാമ്പിൾ ഡൽഹി ടു ബാംഗ്ലൂർ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന രീതിയിൽ ചോദിക്കാം. ഇനി ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ സിറ്റീനെ കവർ ചെയ്യും എന്ന രീതിയിൽ ചോദിക്കാം. സോ കുറച്ചുകൂടി സിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ സിറ്റീസ് നിങ്ങൾ മാപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് സിറ്റീസ് കൂടി പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റീസ് എന്താണ് ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം ഈ സിറ്റീസ് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അതേപോലെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫ്ലൈറ്റിന് വേണ്ടി മാത്രം റെയിൽവേ എന്ത് ചെയ്യുന്നു, ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ സ്റ്റാർട്ട് ചെയ്യുന്നു അണ്ടർ മിനിസ്ട്രി ഓഫ് റെയിൽവേ. സോ ബേസിക്കലി ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് ബേസിക്കലി കണക്ടിങ് ദാൻകുനി വെസ്റ്റ് ബംഗാൾ തൊട്ട് സൂരത്ത്, ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തും വെസ്റ്റ് ബംഗാളും തമ്മിൽ ദാൻകുനി ആൻഡ് സൂരത്ത്. അഗെയിൻ എന്താണ് ഈ പ്ലേസസ് ലൊക്കേഷൻ എവിടെ നോക്കണം, മാപ്പിൽ നോക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഇവിടെ എന്തിനാണ് ബേസിക്കലി നമ്മൾ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ പോകുന്നത്, എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. കാരണം റെയിൽവേ എന്താണ് ലെസർ എമിഷൻ ആണ്. അതേപോലെ തന്നെ ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ ഡീകൺജഷൻ ഓഫ് അവർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രൈറ്റ് മൂവ്മെന്റ് നടക്കും. ഓക്കെ, അതാണ് ബേസിക്കലി ആയിട്ടുള്ള ഒരു ഗുണം. ഇനി അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താന്നുള്ള ജസ്റ്റ് അതിന്റെ ലൊക്കേഷൻ കൂടി നോക്കാം. പ്രസന്റ് ഇത് ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. സോ പ്രസന്റ് ആണ്, എക്സിസ്റ്റിംഗ് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ആണ്. ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ സ്നെഹ്വാൾ പഞ്ചാബ് ടു സോണാഗർ ബീഹാറും, ദാദ്രി ഉത്തർപ്രദേശും, ജവഹർലാൽ നെഹ്റു JNPT പോർട്ടും ആണ് ബേസിക്കലി വെസ്റ്റേൺ. ഈ വെസ്റ്റേണിന്റെ കംപ്ലീറ്റ് പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇറ്റ്സ് ബേസിക്കലി അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുതിയ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തിനാണ് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ഉണ്ടാക്കുന്നത്, ദർ ഈസ് സംതിങ് കോൾഡ് ആസ് റൈറ്റ് ഓഫ് വേ.
സോ റെയിൽവേയില് ROW. സോ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി റെയിൽവേയിൽ ഇപ്പം നമ്മൾ ചെക്കുന്ന പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് നോർമൽ ടൈംസിൽ റൈറ്റ് ഓഫ് വേ ആർക്കാണ്? പാസഞ്ചർ ട്രെയിനിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ റൈറ്റ് ഓഫ് വേ ആർക്കായിരിക്കും ആദ്യം കൊടുക്കുക? പാസഞ്ചർ ട്രെയിൻ ആയിരിക്കും കൊടുക്കുക. അപ്പൊ ഈ ഫ്രൈറ്റ് കോറിഡോറിന് എന്ത് ചെയ്യും? പിടിച്ചിടും. അതെന്ത് ചെയ്യും? വിത്തൗട്ട് വാല്യൂ അഡിഷൻ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻക്രീസിംഗ് ദി കോസ്റ്റ്. സോ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ എന്ത് മാത്രമേ പോകുള്ളൂ? ഫ്രൈറ്റ് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് വൈ വി നീഡ്. ഇനി ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് നാഷണൽ റെയിൽ പ്ലാൻ ടാർഗറ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നാഷണൽ റെയിൽ പ്ലാൻ ടാർഗറ്റ് പ്രകാരം നമ്മുടെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ അല്ലെങ്കിൽ മോഡൽ മിക്സിന്റെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ മോഡൽ മിക്സ് 45% റെയിൽവേയിലൂടെ ആക്കണം എന്നാണ് റെയിൽവേ നാഷണൽ റെയിൽ പ്ലാൻ ടാർഗറ്റിന്റെ ടാർഗറ്റ് ആയി വരുന്നത്. 45% ഇന്ത്യയിലുള്ള ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ബൈ റെയിൽവേ ആക്കണം ബൈ 2030. ഇതാണ് റെയിൽവേന്റെ ടാർഗറ്റ്. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ടാർഗറ്റ്സ് വേണം. ഓക്കെ, സോ ക്ലിയർ ആണോ ഇത്രയും? This is what infrastructure based schemes. Okay, we'll move to last two topics, that is city economic regions. Again, very important topic this year, urbanization. With respect to Indian polity also, municipalities and urban governance is very important topic this year. So adudi endu cheyan ningal nokka, nammal current affairs il nammal endu cheyyunnund adudi cover cheyyunnundavum. So city the schemes ayadondana ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയി പോകുന്നത്, കാരണം ഇതിനകത്ത് ഭയങ്കര ഡ്രൈ ആണ് സ്കീംസ് ആയതുകൊണ്ട്. ഓക്കെ, സോ സിറ്റി എക്കണോമിക് റീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അർബൻ പോളിസി ആക്ച്വലി വെരി സ്ക്യൂഡ് ടു മെട്രോ സിറ്റീസ് ആണ്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന മെട്രോ സിറ്റീസ് ആണ്. പക്ഷേ ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാറില്ല? പുതിയ ഫോക്കസ് ചെയ്യാറില്ല. അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്? സിറ്റി ബേസ്ഡ് ഡെവലപ്മെന്റ് വരുമ്പം ഈ സിറ്റീനെ ഒരു എക്കണോമിക്കൽ റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പുതിയ സ്കീം വെരി ഇമ്പോർട്ടന്റ് സ്കീമാണ്. സിറ്റീനെ എന്ത് ചെയ്യുന്നു? സാധാരണ നമ്മൾ ഇതിന്റെ സിറ്റീനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റീസ് ഉണ്ടാവും, കോർപ്പറേഷൻ ഉണ്ടാവും, അല്ലെ? ഡൽഹി കോർപ്പറേഷൻ, മുംബൈ കോർപ്പറേഷൻ, ബാംഗ്ലൂരു കോർപ്പറേഷൻ, അങ്ങനെ ഡിഫറെന്റ് ട്രിവാൻഡ്രം, അപ്പൊ ഓരോ കോർപ്പറേഷൻസ് ഉണ്ടാവും. സോ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് എക്കണോമിക്കൽ പർപ്പസിലേക്ക് എന്ത് ചെയ്യണം? ഈ സിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് സിറ്റി എക്കണോമിക്കൽ റീജിയൻ, അതായത് എക്കണോമിക്കൽ ആക്ടിവിറ്റി കൂട്ടുക. സിറ്റീനെ എന്ത് ചെയ്യുക? ഒരു കോംപ്രിഹെൻസീവ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, മെട്രോ സിറ്റീസിന്റെ മാത്രമല്ലാതെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സിറ്റി ബേസ്ഡ് ക്ലസ്റ്റർ ഒരു സിംഗിൾ എക്കണോമിക്കൽ റീജിയൻ ആയിട്ട് ഒരു സിറ്റീനെ മാറ്റുന്നതാണ് ബേസിക്കലി സിറ്റി എക്കണോമിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഇതിന്റെ മിനിസ്ട്രി ഓർത്ത് വെക്കുക, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. ബേസിക്കലി അർബൻ സെന്റേഴ്സിന് എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഹബ്സ് മാറ്റും റാദർ ദാൻ ജസ്റ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്. ഓക്കെ, ഇതിന്റെ ഐഡിയ എന്താണ്? ഇപ്പം ബേസിക്കലി എന്താണ്? മെട്രോ സെന്റേഴ്സ് ആർ ബേർഡൻഡ് ആണ്, ഹെവി. ഡൽഹിയൊക്കെ എന്താണ്? ഹൈലി പൊല്യൂട്ടഡ് ആണ്. സോ ഡീ ബേർഡനിങ് ഓഫ് മെട്രോ സിറ്റീസ് ആൻഡ് ദെർബൈ ഡെവലപ്പിംഗ് ദ പെരിഫൽ ആൻഡ് ഷാഡോ ഏരിയാസ് എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കൺജഷൻസ് കുറയ്ക്കുക, അതുപോലെ മെട്രോ സിറ്റീസിൽ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും, ഈ കോസ്റ്റ് എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്. അതിനുവേണ്ടി 5000 കോടിയാണ് ഈ സിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തത്. ഫോക്കസ് എവിടെയാണ്? ഇവിടെ ടയർ 2 ആൻഡ് ടയർ 3. അപ്പൊ ഗവൺമെന്റ് സ്കീം ശ്രദ്ധിക്കുക നിങ്ങൾ. കൂടുതൽ ഈ ബജറ്റിലെ സ്കീം എവിടെയാണ്? ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ്? പെരിഫറിയിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഡെവലപ്മെന്റ് എന്താണ്? മെട്രോ സിറ്റീസിന്റെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം നോക്കുന്നത്. ഇനി ഈ ഫണ്ടിന്റെ അണ്ടറിൽ 7 സിറ്റീസ് ആണ് ബേസിക്കലി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്? സിറ്റി എക്കണോമിക് റീജിയൻസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ബേസിക്കലി 7 സിറ്റീസ് ആണ്. അഗെയിൻ ഈ സിറ്റീസ്, അതിനകത്ത് ഇല്ലാത്ത സിറ്റീസ് കൂടി ഇതിനകത്ത് ഉള്ള സിറ്റീസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ മാപ്പിൽ കൊണ്ടുവരണം കേട്ടോ. ബാംഗ്ലൂർ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്താണ്? ഇതിനകത്ത് ഏതൊക്കെയുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ സിറ്റീസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറും UPSC ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് പറയാൻ മറന്നുപോയി. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഈ സ്ഥലം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ മാപ്പിംഗ് മാത്രമല്ല, ഇത് ഓർത്തും വെക്കണം. പക്ഷെ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല. ഇതിനകത്ത് ഇപ്പൊ കുറെ എന്താണ് ബേസിക്കലി റെയിൽ കോറിഡോർ, ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ഓർത്ത് വെക്കണം എന്നില്ല. പക്ഷെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ നമുക്ക് കുറച്ചെണ്ണേ ഉള്ളൂ. അപ്പൊ ഈ സ്ഥലങ്ങൾ UPSC ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റ് കോറിഡോർ ഇതാണ്, വെസ്റ്റ് കോറിഡോർ ഇങ്ങനെയാണെന്നൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഈ സിറ്റീസ് ഓർത്ത് വെക്കണം. ബാംഗ്ലൂരു, സൂരത്ത്, വാരണാസി, വിശാഖപട്ടണം, പൂനെ, ഇങ്ങനെ 5 എന്താണ്? സിറ്റി എക്കണോമിക് റീജിയൻസും പിന്നെ ഒരു ട്രിനിറ്റി സിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, 2 ട്രിനിറ്റി സിറ്റീസ് ഉണ്ട്. ട്രിനിറ്റി സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസ്റ്റേൺ ട്രിനിറ്റി സിറ്റിയും 2 സദേൺ ട്രിനിറ്റി സിറ്റിയും. ഈസ്റ്റേണിൽ ഭുവനേശ്വർ, പൂരി, കട്ടക്ക് ഒരു കോമ്പിനേഷൻ വരും. അപ്പം ഇതിന് 3നെ അടയാളപ്പെടുത്തിയിട്ട് ഇതിന് 3നെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു നോക്കണം.
അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ത്രികോണം കിട്ടും, ചിലപ്പോൾ സ്ക്വയർ കിട്ടും, എന്താ കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ലൊക്കേഷൻ നോക്കണേ. അതേപോലെ തന്നെ സദേൺ ട്രിനിറ്റി, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ, ഇത് മൂന്നും കൂടുന്നതാണ് ഈ സിറ്റി. അപ്പൊ ഈ സിറ്റികളുടെ മാപ്പിംഗ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതിന് പുറമെ തന്നെ ഈ സിറ്റീസ് അല്ലാതെ തന്നെ പഠിക്കുന്നു എന്നാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഹൈലി ഇമ്പോർട്ടന്റ് ഫോർ ഫിലിംസ്. സോ ബാംഗ്ലൂർ, സൂരത്, വാരണാസി, വിശാഖപട്ടണം, പൂനെ. ട്രിനിറ്റി സിറ്റി, ഈസ്റ്റേൺ ട്രിനിറ്റി സിറ്റി എന്താണ്? ഭുവനേശ്വർ, പൂരി, കട്ടക്. ആൻഡ് സദേൺ സിറ്റി കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി, ഇവിടെ ഫണ്ട് എത്രയാണ്? 5000 കോടി സിറ്റീസിന് വേണ്ടി കൊടുക്കും. പക്ഷെ ഫണ്ട് ഈസ് ആക്ച്വലി ഗിവൺ ഓൺ ദി ബേസിസ് ഓഫ് ഫണ്ട് ഈസ് ആക്ച്വലി ഗിവൺ ഓൺ ദി ബേസിസ് ഓഫ് എന്തിന്റെ ബേസിസിലാണ് ഫണ്ട് കൊടുക്കുന്നത്? ഫണ്ട് ഈസ് ആക്ച്വലി ഗിവൺ ബേസ്ഡ് ഓൺ ചലഞ്ച് മോഡ്. വെറുതെ ഫണ്ട് കൊടുക്കില്ല. ഫണ്ട് ഈസ് ബേസിക്കലി ഗിവൺ ഓൺ ദി ബേസിസ് ഓഫ് ചലഞ്ച് മോഡ്. എങ്ങനെയാണ് ചലഞ്ച് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഈ സിറ്റീസ് എന്ത് ചെയ്യണം? ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യണം. ആ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്താണ്? കോംപ്രിഹെൻസീവ് ആയിരിക്കണം. ആ സിറ്റിയുടെ എല്ലാ ഭാഗത്തും ഈ ഫണ്ട് ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് ടൈഡപ്പ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഫണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അവരുടെ ഫണ്ട് എന്താണ്? സിറ്റീസിനെ വെറുതെ എയ്ഡ് ഡിപ്പെൻഡന്റ് ആക്കാതെ അവരെന്ത് ചെയ്യണം? ഓൺ ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റീസ് ആണ്. അതിനനുസരിച്ചായിരിക്കും ഫണ്ട് പോവുക. സോ ഫണ്ട് വിൽ ബി അൺലോക്ക്ഡ് ബേസ്ഡ് ഓൺ ചലഞ്ച് മോഡ് വിത്ത് റിഫോം കം റിസൾട്ട് ബേസ്ഡ് ഫംഗ്ഷനിങ് ഫിനാൻസിങ് മെക്കാനിസം. അത് ഓർത്തു വെക്കുക. ചലഞ്ച് മോഡാണ്. റിഫോംസ് ഓറിയന്റഡ് ആയിരിക്കും. ഫിനാൻസ്, അവരുടെ ബാലൻസ് ഷീറ്റ് ബെറ്റർ ആക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഫണ്ട് കിട്ടുള്ളൂ. വെറുതെ ഓടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ഫണ്ട് കിട്ടില്ല കേട്ടോ. സോ then last scheme with respect to this today's session, that is infrastructure risk guarantee fund. ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ഒക്കെ എന്താണ് ബേസിക്കലി ദേ നീഡ് ദെയർ പ്രൊജക്ട് ഈസ് ആക്ച്വലി ലോങ് ജസ്റ്റേഷണൽ പ്രൊജക്ട് ആയിരിക്കും അല്ലേ? ലോങ് ജസ്റ്റേഷണൽ പ്രൊജക്ട് ആയിരിക്കും. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഫണ്ടിങ് മെക്കാനിസം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ട് ടൈം ഫണ്ടിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് എവിടെ നിന്നായിരിക്കും ഫണ്ട് കിട്ടുക? ഒന്ന് ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടും. ഈ ബാങ്കിന് ഈ ലോങ് ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 25 വർഷം 50 വർഷമൊക്കെ എടുക്കും ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ പ്രൊജക്ടിന് ഫണ്ടിങ് വേണ്ടത്. പക്ഷേ ബാങ്ക് എന്തേ കൊടുക്കുള്ളൂ? 5 വർഷത്തേക്കും 3 വർഷത്തേക്കും. അല്ലെങ്കിൽ NBFCs എന്ത് ചെയ്യുന്നു? ബേസിക്കലി 10 വർഷം വരെയൊക്കെയാണ് NBFCs ഒക്കെ കുറെ കൊടുക്കുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ ഫണ്ടിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഫണ്ടിങ് എന്താണ്? ലോങ് ടൈം ആയിട്ടാണ് ഇവർക്ക് ഫണ്ട് വേണ്ടത്. പക്ഷെ ബാങ്ക്സ് എന്ത് ചെയ്യുന്നുള്ളൂ? ഷോർട്ട് ടൈം ആയിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് റിസ്ക്? ഇവർക്ക് ഫണ്ട് ഇങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക് ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ എന്താണ്? ഭയങ്കര റിസ്കി ബിസിനസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ചിലപ്പോൾ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എല്ലാം ഇപ്പം ഹൈവേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം എടുത്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചില സമരമായിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെന്റൽ പ്രോബ്ലം ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ഭയങ്കര ഹൈലി റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില പ്രൊജക്ടുകൾ വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഫെയിലിയർ ആയി പോകും. അപ്പൊ അതിന് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാങ്കിന് നഷ്ടം വന്നില്ല, പൈസ തിരിച്ചു കിട്ടാതെ അത് നഷ്ടത്തിൽ പോയില്ലേ? അപ്പൊ ബാങ്കിനെ സംബന്ധിച്ചോളം ഇത് ഹൈലി റിസ്ക് ആണ്. ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പക്ഷെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്താണ് ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ സംബന്ധിച്ചോളം, ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്ന ഫേസ് എവിടെയാണ്? ഇനീഷ്യൽ ഫേസിലാണ്. കാരണം ലാൻഡ് എടുക്കണം, എൻവയോൺമെന്റൽ കൺസേൺസ് എടുക്കണം, മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺസേൺസ് എടുക്കണം. ഇവിടെ എവിടുന്നെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പണിപാളും. അപ്പം പക്ഷെ കുറെ പൈസ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഉണ്ടാവും. കാരണം ഇതിന്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ട് വേണ്ടത് എവിടെയാണ്? ഇനിഷ്യൽ ഫേസിൽ. വൺസ് ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങ് നടന്നോളും. പക്ഷെ ഇനീഷ്യൽ ഫേസ് ഈസ് ഹൈലി റിസ്ക്. അപ്പൊ ഈ ഇനീഷ്യൽ റിസ്കില് ഇതിന്റെ പാർഷ്യൽ റിസ്ക് ആരേറ്റെടുക്കും? പാർഷ്യൽ റിസ്കിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ആര് കൊടുക്കും? ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കും. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഗുണം എന്താണ്? ഈ ഫസ്റ്റ് ലോസ്, ഈ കമ്പനികൾക്ക് വരുന്ന ഫസ്റ്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോസിന്റെ പകുതി ആര് പ്രൊട്ടക്ട് ചെയ്തോളും? ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തോളും. അപ്പൊ ബാങ്കിന് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് പൈസ കൊടുക്കാം. സോ നോ ഡയറക്ട് ലെൻഡിങ്. ദ ഫണ്ട് ഗോസ് ടു ഫണ്ട് ഡസ് നോട്ട് ഗിവ് ടു ഡയറക്ട് ലോൺ ടു പ്രൈവറ്റ് ഡെവലപ്പേഴ്സ്. റാദർ എന്താണ്? പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ആണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൈസ കൊടുക്കണം. അവർക്കുള്ള ക്രെഡിറ്റിന്റെ റിസ്കിന്റെ ഗ്യാരണ്ടി ആര് നിൽക്കും? പാർഷ്യൽ ക്രെഡിറ്റ്. ഇപ്പൊ ഒരു 500 കോടി ഞാൻ എന്ത് ചെയ്യുന്നു? L&Fന് കൊടുക്കുന്നു, HDFC കൊടുക്കുന്നു. HDFCക്ക് 500 കോടിന്റെ 250 കോടിന്റെ റിസ്ക് ഗ്യാരണ്ടി ആര് കൊടുക്കും? ഈ ഗവൺമെന്റ് ഈ സ്കീമിൽ കൊടുക്കും. ഓക്കെ, സോ ഫസ്റ്റ് ലോസ് പ്രൊട്ടക്ഷൻ. ഇറ്റ് ഓപ്പറേറ്റ് ആസ് എ സേഫ്റ്റി നെറ്റ് ഇഫ് ദ പ്രോജക്ട് ഫെയിൽസ് ഓർ ദ ഫേസസ് സിവിയർ ഹഡിൽസ് ടു ലെൻഡേഴ്സ്, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ഫിനാൻസ് മാനുഫാക്ചറിംഗ് പ്രൊജക്ട്. ഇവർക്ക് ഫസ്റ്റ് ലോസ് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഗവൺമെന്റ് ഫണ്ട് അബ്സോർബ് ദ ഇനിഷ്യൽ ലോസ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ലെൻഡിംഗ് ബാലൻസ് ഷീറ്റ്. എന്ത് ചെയ്യുന്നു? ലെൻഡറിന്റെ ബാലൻസ് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി. മനസ്സിലായോ? ആ സ്കീം മനസ്സിലായോ? ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട്. ഓക്കെ, സോ ഇത്രയും സ്കീംസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മറന്നു. സോ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ റിവിഷൻ ചെയ്യണം. അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് വീണ്ടും റിവിഷൻ ചെയ്യണം. കാരണം ഇത് മറന്നു സ്കീംസ് ആണ്. എസ്പെഷ്യലി ഇതിനകത്ത് കുറെ ക്യാച്ച് പോയിന്റ് ഉണ്ട്. ടയർ 2, ടയർ 3 സിറ്റീസ്. ഇതിന്റെ ഫണ്ട് പോകുന്നത് എങ്ങനെയാണ്? മദർ ഡോക്ടർ ഫണ്ട് ആണോ അതോ ഡയറക്റ്റ് ഫണ്ടിങ് ആണോ? അതേപോലെ തന്നെ
these are very important sectors this year. Basically supply side ആണ് നമ്മൾ ബഡ്ജറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സെക്ടർ ടെക്സ്റ്റൈൽ സെക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഈസ് ഹൈലി ഫോക്കസിംഗ് ഓൺ റയർ എർത്ത് മിനറൽസ്. സോ ദാറ്റ് ഏരിയാസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലുള്ള സിറ്റീസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് എക്കണോമിക്കൽ എന്താണ് സിറ്റി എക്കണോമിക്കൽ റീജിയൻസ് പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. അഗെയിൻ അതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിൽ മാപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക ഈ ഏരിയയിൽ. ഞാൻ ആലോചിക്കുന്നത് ബേസിക്കലി ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലും അതുപോലെ തന്നെ എക്കണോമിക്കലി സിറ്റി എക്കണോമിക് റീജിയനിലും എനിക്ക് സിറ്റി എക്കണോമിക് റീജിയൻ ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും മാപ്പിംഗ് ആയിരിക്കാൻ ചാൻസ് കൂടുതൽ. ചിലപ്പം അത് ഡയറക്റ്റ് ചോദിക്കാം, പക്ഷെ മാപ്പിംഗ് ആയിരിക്കാം ചാൻസ് കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ആ സിറ്റീസ് എന്ത് ചെയ്യണം, കൂടുതലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ അത് കാണാതെയും പഠിക്കണം. ഇനി ഡയറക്റ്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതും കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യും? നൗ വി ആർ ഫിനിഷ്ഡ് വിത്ത് മാനുഫാക്ചറിംഗ് റിലേറ്റഡ് സ്കീംസ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്കീംസ് എന്ത് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് വി നീഡ് ടു മൂവ് ടു അഗ്രികൾച്ചർ സെക്ടർ, അഗെയിൻ വെരി ഇമ്പോർട്ടന്റ് സെക്ടർ. സോ നെക്സ്റ്റ് വീക്ക് വി വിൽ ഡിസ്കസ് അഗ്രികൾച്ചർ സ്കീംസ്. അഗെയിൻ സ്കീംസ് ആണ്, സ്കീംസ് ആകുമ്പോൾ ഇച്ചിരി ഡ്രൈ ആയിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡ്രൈ ആണെന്ന് എനിക്കറിയാം, ബട്ട് there is no other way because we do not have much time also, so we need to finish it off. Okay, so that's it for today. Do revise it. Thank you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്.